നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 26, 27, 28, 29 വാക്യങ്ങൾ. ആരെങ്കിലും ഒരാൾ വായിച്ചു. അവൻ്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്നവൻ്റെ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്ക് നന്ദി. വായിച്ച വചനത്തിന് സ്തോത്രം. വിഭാഗിച്ചും അനുഗ്രഹിച്ചും നൽകണം. ഈ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണം. അകലങ്ങളിൽ വചനം കേൾക്കുന്നവരെ ആശീർവദിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ, ആമേൻ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 26, 27, 28, 29 വാക്യങ്ങളിൽ 4 ചിന്തകൾ നമുക്കവിടെ നിന്നും അടർത്തി എടുത്ത് നമുക്ക് വിചിന്തനം ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, ഇത് ഇളകുന്ന ഒരു രാജ്യമാണ് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്ന് അവൻ്റെ ശബ്ദം ഭൂമിയെ ഇളക്കി. ഇനി ഒരിക്കൽ അവൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഭയത്തോടും ഭക്തിയോടും കൂടെ ദൈവത്തിന് പ്രസാദം വരുമാറ് ദൈവത്തിന് സേവ ചെയ്യണം. ഇല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 ചിന്തകൾ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഇത് നമ്മൾ താമസിക്കുന്ന പുനലൂർ അടക്കമുള്ള ഈ സ്ഥലങ്ങളൊക്കെ ഇളകുന്ന ഒരു സ്ഥലമാണ്. 2, ഈ ഇളകുന്ന സ്ഥലമാണ് ഇത് എന്ന് പറയുമ്പോൾ ആളുകളെ പേടിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടൊന്നുമില്ല. നമ്മൾ പറഞ്ഞാൽ ആരും പേടിക്കാറുമില്ല. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാൽ ആളുകൾ പേടിച്ചിരുന്നെങ്കിൽ എപ്പോഴേ നമ്മുടെ സഭകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയേനെ അല്ലേ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് ഇളകുന്ന രാജ്യമാണ്. എന്നാൽ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കണം, ഇളകാത്ത മറ്റൊരു രാജ്യം ഉണ്ട്. സ്വത്രം. ഇനി മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, ഇത് ഇളകുന്ന രാജ്യമാണെങ്കിൽ, ഇളകാത്ത രാജ്യം വേറെ ഒരു സ്ഥലമാണെങ്കിൽ, ഇളകുന്ന രാജ്യത്തിൽ നിന്നും ഇളകാത്ത രാജ്യത്തിലേക്ക് പോകാൻ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് മൂന്നാമതോടെ കൊടുത്തിരിക്കുന്നത്. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കണം. 4-ാമത്തെ കാര്യം ഒരു വാണിംഗ് ആണ്. എന്താണ് ആ മുന്നറിയിപ്പ്? ഇത് ഇളകുന്ന രാജ്യമാണെന്ന് ബൈബിൾ അവതരിപ്പിച്ചിട്ടും ഇളകാത്ത മറ്റൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ടും ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോകാനുള്ള മാധ്യമങ്ങൾ, ഉപാധികൾ എല്ലാം പറഞ്ഞിട്ടും അതനുസരിക്കുന്നില്ല എങ്കിൽ ഒരു ന്യായവിധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഇന്നും നാളെയും മറ്റന്നാളും ആരംഭിക്കുന്ന ഈ സുവിശേഷ മഹായോഗം ആണിപ്പഴുതുള്ള യേശു കർത്താവിൻ്റെ ആഹ്വാനത്തോടുകൂടിയാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ എല്ലാ കാലത്തും സുവിശേഷ യോഗം ഉണ്ടാകുകയില്ല. ഇതേ ആണിപ്പഴുതുള്ള ഇതേ കരം തന്നെ. ഇതൊന്നും നിങ്ങൾ അനുസരിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റുകൾ തയ്യാറാക്കുന്ന ന്യായാധിപൻ്റെ ബലിഷ്ഠമായ കരമായും അത് രേഖപ്പെടുത്തുന്ന തൂലികത്തുമ്പായി മാറും എന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ വിളിച്ചു പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ് നമ്മൾ വായിച്ചത്. ആ ന്യായവിധിയിൽ നിന്ന് വിടുതൽ ലഭിച്ചവരാണ് ദൈവമക്കൾ. അവരെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന ഭാഗത്തേക്ക് ഒന്ന് ഓടിച്ചു വന്ന് ഒരു പാർട്ട് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം എന്നുള്ളത് ഇളകാത്ത രാജ്യം എന്നുള്ളതാണ്. ഇളകാത്ത രാജ്യം എന്ന് ഞാൻ പണ്ടൊക്കെ പറയുമ്പോൾ ആളുകൾ ഇളകിക്കൊണ്ട് ഒരു ഹല്ലേലൂയ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ കൊല്ലൻ്റെ ആലയിലെ പട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോൾ ഇളക്കമൊന്നും ആർക്കും വരാറില്ല. യേശുക്രിസ്തു വരുന്നു എന്ന് പറഞ്ഞാലും അങ്ങനെ ആക്രാന്തം പിടിച്ചൊരു ഹല്ലേലൂയൊന്നും ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല. പണ്ട് കാലത്തൊക്കെ ആളുകൾ കസരന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഹല്ലേലൂയ എന്ന കാറിനെ വൈപ്പറിടുന്ന പോലെയൊക്കെ ഇങ്ങനെ ആളുകൾ പറയുമായിരുന്നു. ഇപ്പോൾ ആരോട് പറയാനാണ്? ഞാൻ എൻ്റേതായ ഭാഷയിൽ പറഞ്ഞാൽ പണ്ടത്തെ കാലമൊക്കെ മാറി. മിക്കവാറും നമ്മുടെ ആളുകളും തലമുറകളൊക്കെ പാശ്ചാത്യ പ്രായമുള്ളവർ പോലും സ്വത്രം പറയാതിരിക്കുമ്പോൾ ഞാൻ ഇവർക്ക് ഇവിടെ ജീവിച്ച് മതിയായില്ലേ എന്നും ഞാൻ വാസ്തവത്തിൽ ചിന്തിച്ചു പോകാറുണ്ട്. നമുക്ക് യേശുവിൻ്റെ പുനരാഗമനത്തിൽ ലക്ഷണങ്ങൾ എന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ചില അധ്യായങ്ങളിലേക്ക് മുഖവരയായി ഓടിച്ചൊന്ന് ഊളിയിട്ട് പോകാം.
3 അധ്യായങ്ങൾ പുതിയ നിയമത്തിൽ യഹൂദീയ അധ്യായങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അവ യഥാക്രമം മത്തായിയുടെ സുവിശേഷം 24, മർക്കോസിൻ്റെ സുവിശേഷം 13, ലൂക്കോസിൻ്റെ സുവിശേഷം 21 എന്നീ അധ്യായങ്ങളാണ്. യഹൂദൻ്റെ മുപ്പരിച്ചരട് അല്ലെങ്കിൽ യഹൂദീയ അധ്യായങ്ങൾ എന്ന പേരിൽ അവ അറിയപ്പെടുന്നുണ്ട്. അതാണ് മത്തായി 24:3 കൊടുത്തിരിക്കുന്നത്. അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ലോകം അവസാനിക്കുന്നതിൻ്റെ അടയാളങ്ങൾ യേശു പറയുകയാണ് ചെയ്തത്, അല്ലാതെ ലോകം അവസാനിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ ഏകദേശം എത്ര അടയാളങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ, എൻ്റെ പഠനത്തിൽ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിന് മുൻപ് ഭൂമിയിൽ ലോകത്തിൽ നടക്കേണ്ട 150-ൽ ഏറെ ലക്ഷണങ്ങൾ ഉണ്ട്. ആ 150ഉം ഞാൻ എൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 150 ലക്ഷണങ്ങളെ 4ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. പഴയ പുതിയ നിയമ ഭാഗങ്ങളിൽ നിരവധി പേജുകളിൽ മാറിയും മറിഞ്ഞും കിടക്കുന്ന 150 ലക്ഷണങ്ങളെ ഒരു മാലയിൽ കോർത്ത മുത്തുകൾ കണക്കെ നമുക്ക് വേണമെങ്കിൽ പെറുക്കിയെടുക്കാം. അങ്ങനെ പെറുക്കിയെടുത്താൽ 4ആയിട്ട് പഠന സൗകര്യാർത്ഥം അതിനെ തിരിക്കേണ്ടി വരും. എങ്ങനെയാണ് തിരിക്കുന്നത്? 1, ഇസ്രായേൽ എന്ന രാജ്യത്ത് മാത്രം നടക്കുന്ന ലക്ഷണങ്ങളാണ്. 2, ഈ ലോകത്തിൽ ഭൂമിയിൽ ഇസ്രായേലിൽ മറ്റ് ലോകരാജ്യങ്ങൾ നടക്കുന്ന ലക്ഷണങ്ങളാണ്. 3, ദൈവസഭയ്ക്കകത്ത് നടക്കുന്ന ലക്ഷണങ്ങളാണ്. 4, ഈ ലോകത്ത് നടക്കുന്ന ലക്ഷണങ്ങളാണ്, പ്രപഞ്ചത്തിൽ നടക്കുന്നതിന്. അതിന് എഴുത്തുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്രായേൽ ലക്ഷണങ്ങൾ, ജാതീയ ലക്ഷണങ്ങൾ, സഭാലക്ഷണങ്ങൾ, പ്രാപഞ്ചിക ലക്ഷണങ്ങൾ എന്ന് പേര് പറയും. എന്താണ് ഇസ്രായേൽ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ? ഇസ്രായേൽ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അവിടെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസത്തിൽ ക്രിസ്തു വരെ 14. 14 × 3 = 42. അബ്രഹാം മുതൽ പിറകിലേക്ക് ആദാം വരെ 20 ഉണ്ട്. 42ഉം 20ഉം 62 തലമുറകളുടെ ചരിത്രം പറയുമ്പോഴാണ് യേശു മണ്ണിൽ ഭൂജാതനാകുന്നത്. പിന്നീടുള്ളൊരു 33.5 വർഷം. അതിനുശേഷമുള്ള AD 70-ൽ ലോകത്തിൻ്റെ 72 രാജ്യങ്ങളിലേക്ക് ചിതറുന്ന യഹൂദൻ്റെ ദയനീയമായ കാഴ്ച. AD 135-ൽ ഹാദ്രിയൻ കൈസറിൻ്റെ കാലഘട്ടത്തിൽ അവർ എല്ലാം നഷ്ടപ്പെട്ടവരായി ലോകത്തിലേക്ക് ചിതറിയോടുന്ന കാഴ്ച. 1-ാം ലോകമഹായുദ്ധം. അതിൻ്റെ അവസാനം 18-ൽ 11-ാം മാസം 11-ാം തീയതി 11 മണിക്ക് യുദ്ധപരിസമാപ്തിയിൽ ഒപ്പുവെക്കപ്പെട്ട 1-ാം ലോകമഹായുദ്ധ അനന്തരം ആ രാജ്യം അവർക്ക് തിരികെ കിട്ടുന്നതും ശേഷമുള്ള നിരവധി യുദ്ധങ്ങളും ഇന്നുള്ള ഹമാസ് അടക്കമുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴാണ്, ഗാസ മുനമ്പിലും വെസ്റ്റ് ബാങ്കിലും നടക്കുന്ന സംഘർഷാവസ്ഥകളും വെടിവയ്പ്പുകളും ഒക്കെ പറയുമ്പോഴാണ് ഇസ്രായേൽ ലക്ഷണങ്ങൾ എന്ന ഭാഗം ആകുന്നത്. ഇന്ന് രാത്രി നമ്മളവിടെ തൊടുന്നില്ല. 2, ജാതീയ ലക്ഷണങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. ദാനിയേൽ പ്രവചനത്തിനകത്ത് നെബൂഖദ്നേസർ രാജാവ് കണ്ടതും ദാനിയേലിന് വീണ്ടും വെളിപ്പെടുത്തി കൊടുത്തതുമായ ഒരു സ്വർണ്ണത്തിൻ്റെ ബിംബം. തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും കാൽ പകുതി ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ളത്. പ്രഥമ സാമ്രാജ്യം എന്നൊക്കെ നമ്മൾ പറയുന്ന ചരിത്രത്തിലെ 2ാമത്തെ സാമ്രാജ്യമായ എന്ന് പറഞ്ഞാൽ ബാബിലോൺ സാമ്രാജ്യത്തിന് മുൻപും സിറിയൻ സാമ്രാജ്യം ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിച്ചവർക്കറിയാം. പിന്നീട് വന്ന നമ്മൾ പഠിക്കുന്ന 1ാമത്തെ സാമ്രാജ്യവും 2ാം സാമ്രാജ്യം മേദ്യ പാർശ്യ പേർഷ്യൻ സാമ്രാജ്യവും 3ാമത്തെ സാമ്രാജ്യമായ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ തത്വജ്ഞാനികളുടെ തറവാട് ഈറ്റില്ലം എന്നറിവിൽ അറിയപ്പെടുന്ന ഗ്രീസ് എന്ന് പറയുന്ന സാമ്രാജ്യവും ലോകത്തിൽ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ഭരിച്ച റോമ സാമ്രാജ്യവും. അറിയാമല്ലോ, മനുഷ്യൻ 2 കാലുകൾ, കിഴക്കൻ റോമ, പടിഞ്ഞാറൻ റോമ. 10 വിരലുകൾ, 10 നാട്ടുരാജാക്കന്മാർ ചേർന്ന് റോമൻ സാമ്രാജ്യം പങ്കിട്ടെടുത്തു. അങ്ങനെ ആ സാമ്രാജ്യം ഇവിടെ അസ്തമിച്ചു പോകുന്നതും എന്നാൽ കൈ തൊടാത്ത കല്ലായ യേശുക്രിസ്തു വീണ്ടും ഈ ഭൂമിയിലേക്ക് വരുന്നതും ഈ സാമ്രാജ്യ വാഴ്ചകളെല്ലാം അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ എൻ്റെ രാജ്യം സ്ഥാപിക്കുമെന്ന് തെളിയിച്ചുകൊണ്ട് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഒറ്റ പ്രതിപക്ഷം പോലുമില്ലാതെ 1000 വർഷം ഈ ഭൂമിയെ ഭരിക്കുവാൻ വരുന്ന യേശുക്രിസ്തുവിൻ്റെ ആ സാമ്രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ജാതീയ ലക്ഷണങ്ങൾ ആകും. അതും പറയുന്നില്ല. 3ാമത് സഭാലക്ഷണങ്ങളാണ്. സഭാലക്ഷണങ്ങൾ 2 പാർട്ടാണ്. 1, പ്രാദേശിക സഭയിൽ നടക്കുന്ന ലക്ഷണങ്ങൾ, പുനലൂരിൽ, റാന്നിയിൽ, പ്ലാങ്കമണ്ണിൽ ഒക്കെ നടക്കുന്ന ലക്ഷണങ്ങൾ. 2, ലോകത്തിൻ്റെ 200-ൽ പരം വരുന്ന രാജ്യങ്ങളിലായി മുള്ളുകൾക്കിടയിൽ വളരുന്ന താമര പോലെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ സഭയിൽ വളരുന്ന ലക്ഷണങ്ങൾ. സഭയിൽ നടക്കുന്ന ലക്ഷണങ്ങൾ ഒരു 18 ചുരുങ്ങിയത് പറയണം. ഇനി സാർവത്രികമായ സഭയിൽ നടക്കുന്നൊരു 12, 30 ഞാൻ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് സഭാ ലക്ഷണങ്ങൾ. 4ാമത്തേത് പ്രാപഞ്ചിക ലക്ഷണങ്ങളാണ്. പ്രാപഞ്ചിക ലക്ഷണങ്ങളും 2 പാർട്ടാണ്. 1, ആകാശത്തിൽ നടക്കുന്ന ലക്ഷണങ്ങൾ. അവിടെയാണ് സൂര്യൻ, ചന്ദ്രൻ,
നക്ഷത്രം, സ്റ്റാർ വാർ, ക്യൂരിയോസിറ്റി, പാത്ത് ഫൈൻഡർ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെയാണ്. നമ്മൾ പോയിട്ടില്ലായിരിക്കും. ഇവിടെ നടക്കുന്ന ലക്ഷണങ്ങളാണ്. രണ്ടാമത്തേത് ഭൂമിയിൽ നടക്കുന്ന ഭൂകമ്പമുണ്ട്, യുദ്ധം, ക്ഷാമം, അതുപോലെ വ്യാധികൾ തുടങ്ങിയിട്ടുള്ള COVID-19 അടക്കമുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിൽ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. നിങ്ങളാരും വായിക്കണം എന്നില്ല. ഹഗ്ഗായി പ്രവചനം ഞാൻ പല സ്ഥലത്തും 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം എന്നൊക്കെ പറയും. ആളുകൾ ഇങ്ങനെ എടുത്തിങ്ങനെ ആ പ്രസംഗം ഒരു 5 മിനിറ്റ് മുന്നോട്ട് പോകുമ്പോഴും പുസ്തകത്തിൻ്റെ താളുകൾ മറിക്കുന്നത് കാണാം. അതുകൊണ്ട് വെറുതെ ബന്ധപ്പെട്ട് അതിലേക്കും തിരിയണ്ട. മിക്കവാറും ഹഗ്ഗായി പ്രവചനം അടുത്തെങ്കിലും വായിക്കാൻ സാധ്യതയില്ല. പുസ്തകം മേടിച്ചതുപോലെ തന്നെ ഇരിപ്പുണ്ടാവും. തുറന്ന് മണത്ത് നോക്കിയാൽ എൻ്റെ പുസ്തകം പഴയതല്ല എന്നും കൂടി നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം എന്നാണെന്നറിയാമോ? ഇങ്ങനെയാണ് ആ വാക്യം: ഇനി ഞാൻ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ആകാശത്തെ ഇളക്കും, ഭൂമിയെ ഇളക്കും, കടലിനെ ഇളക്കും, കരയെ ഇളക്കും. എന്തിനാണ് ഇളക്കുന്നത്? അടുത്ത വാക്ക്: സകല ജാതികളെയും മനോഹര വസ്തു വരികയും ചെയ്യും. അപ്പോൾ ഇവിടെ ഇളക്കുന്നത്, ആദ്യം ഇളകുന്ന എവിടെയാണെന്ന് പറയാം. ആദ്യം ഇളകുന്ന എവിടെ? ആകാശമാണ്. ആകാശമാണ് ആദ്യം ഇളകുന്നത്. പിന്നെയാണ് ഭൂമി ഇളകുന്നത്. പിന്നെ കടൽ ഇളകുന്നു, കര ഇളകുന്നു. എന്തിനാണ് ഇങ്ങനെ ഇളകുന്നത്? പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മച്ചിമാർ ഈ തൈരിനകത്ത് കടകോലിട്ട് ഇങ്ങനെ കടകടാ കളകളാന്നൊരു ശബ്ദം കേൾപ്പിക്കുമായിരുന്നു. പഠിത്തത്തിൽ അത്ര മുന്നോട്ടമില്ലാത്ത നമുക്ക് അമ്മച്ചിയുടെ ശബ്ദത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് അമ്മച്ചി ഞങ്ങളെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. എന്തിനാ അമ്മച്ചി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടകോലിട്ട് തിരിക്കുന്നത്? അമ്മച്ചിയുടെ മറുപടി: മക്കളെ, ഇതിനകത്ത് മോരുണ്ട്, ഇതിനകത്ത് തൈരുണ്ട്, ഇതിനകത്ത് വെണ്ണയുണ്ട്, ആർക്കും വേണ്ടാത്ത പിശറായി കിടക്കുന്ന വെള്ളവും ഇതിനകത്തുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരികുകയാണെങ്കിലും ഞാൻ ഈ തിരിക്കലെല്ലാം കഴിഞ്ഞ് നിങ്ങൾ നേരം വെളുത്ത് നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങി വരുമ്പോഴേക്കും നാല് പാടിന് തിരിഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ ഒടുവിൽ സകല ജാതികളെയും മനോഹര വസ്തു വരികയും ചെയ്യും എന്ന് പറഞ്ഞാൽ 150 ലക്ഷണങ്ങൾ ആകുന്ന കടകോൽ ഇട്ട് സർവശക്തനായ ദൈവം തമ്പുരാൻ ഇവിടെ ആകാശത്തെയും ഭൂമിയെയും കടലെയും കരയും എല്ലാം ഇളക്കി കഴിയുമ്പോൾ ഇവിടെ വേർതിരിക്കപ്പെടുവാൻ പോവുകയാണ് പലതും. നന്മയും തിന്മയും വേർതിരിക്കപ്പെടും. ദൈവവും പിശാചും, ഇരുളും വെളിച്ചവും, തെറ്റും ശരിയും, സ്വർഗവും നരകവുമൊക്കെ ഇവിടെ വേർതിരിക്കപ്പെടുവാൻ പോവുകയാണ്. അങ്ങനെ വേർതിരിച്ചു കഴിയുമ്പോൾ ഇവിടെ വരാൻ പോകുന്നൊരു സംഗതി പറഞ്ഞിട്ടുണ്ട്: സകല ജാതികളുടെയും മനോഹര വസ്തു ഇവിടെ വരികയും ചെയ്യും. ഏതാണ് സകല ജാതികളുടെയും മനോഹര വസ്തു എന്ന് പറയുന്നത്? വന്യവയോധികനായ ശിമയോൻ യേശു കർത്താവിനെ കയ്യിൽ എടുത്തിട്ട് ആകാശത്തിലേക്ക് നോക്കി ആത്മഗതം എന്ന വണ്ണം ഇങ്ങനെ പറഞ്ഞു: ഇപ്പോൾ നാഥാ, അടിയനെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. ഇസ്രായേലിന്റെ മഹത്വവും സകല ജാതികൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. കാലമെത്ര മാറിയാലും വർഷമേതൊക്കെ പിറന്നാലും ഞങ്ങൾ ഉച്ചൈസ്തരം 1,00,000 വാട്സിന്റെ സൗണ്ടിൽ വിളിച്ചു പറയുന്നു: സകല ജാതികൾക്കും വേണ്ടി ഒരു മനോഹര വസ്തു ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവല്ലാതെ മറ്റൊരുവനില്ല. ജാതി, മത, വർഗ, വർണ്ണ, കുലീന, കുലഹീന, ആര്യ, ചണ്ടാല, ശകദാസ, ബർബരാദ്യ, വൈകൃതങ്ങൾ ഭേദമന്യേ ലക്ഷപ്രഭുവിനും ലക്ഷം വീട്ടിൽ താമസിക്കുന്നവനും കോടീശ്വരനും ഒരു ഓണക്കോടി വാങ്ങുവനും പണമില്ലാത്തവനും കറുത്തവനും വെളുത്തവനും, അർത്ഥാൽ അമേരിക്കക്കാരനും ആഫ്രിക്കക്കാരനും മുതലാളിക്കും തൊഴിലാളിക്കും അടിമയ്ക്കും ഉടമയ്ക്കും സ്ഥലകുല വ്യത്യാസമില്ലാതെ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരു നാമമുണ്ടെങ്കിൽ ഞങ്ങൾ നെഞ്ചിലേറ്റി ലാലിക്കുന്ന യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ ഉറക്കെ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആ യേശുക്രിസ്തു രാജ്യം വരുമെന്നായി പറയുന്നത്. അപ്പൊ എത്ര രാജ്യമുണ്ട് ഇവിടെ എന്നറിയാം, എത്ര ലോകമുണ്ട് ഇവിടെ അത് പറയണ്ടേ? 3 ലോകത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 6 മുതൽ അവിടെയാണ് 3 ലോകങ്ങൾ, കെനോട്ടിക് പാസേജ് എന്ന വേദശാസ്ത്രം വിളിക്കുന്ന ഒരു ഭാഗമാണത്. 1-ാമത്തെ 2-ാമത്തെ നൂറ്റാണ്ട് മുതൽ ഭക്തന്മാർ ആരാധനയ്ക്ക് വേണ്ടി വീടിന്റെ അകത്തളത്തിലേക്ക് ചെല്ലുമ്പോൾ അവരോഹണ ക്രമത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു വേദഭാഗം. എന്താണ് അവിടെ? 7 14 പോയിന്റുകൾ അവിടെയുണ്ട്. കർത്താവ് ഇറങ്ങി വരുന്ന 7 പോയിന്റുകൾ, കയറിപ്പോകുന്ന 7 പോയിന്റുകൾ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണം ഉള്ളവനായി തീർന്നു. ആ വാക്യത്തിന്റെ ആരംഭം എങ്ങനെ? അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ ഇനി ഒരാൾ ഇരിക്കാനില്ല. ഞാൻ വാക്യം എങ്ങനെ തീരുന്നേ? മരണത്തോളം, ക്രൂശിലെ മരണത്തോളം. ഇതിൽ താഴോട്ട് ഇനി ഒരാൾ ഇറങ്ങാനുമില്ല.
എന്ന് പറഞ്ഞാൽ ഇതിൽ മുകളിൽ ഇനി ഒരാൾ ഇരിക്കാനുമില്ല, ഇതിൽ താഴോട്ട് ഇറങ്ങാനുമില്ല. ഇത് കണ്ട ദൈവം ഒരു കാര്യം ചെയ്തു, ഈ പുത്രനെ ഉയർത്തിയപ്പോൾ സകല നാമത്തിനും മേലായ നാമമായിട്ട് ഉയർത്തിട്ട് പറഞ്ഞു. അങ്ങനെ നമ്പർ 1 സ്വർലോകരുടെയും, ബാക്കി പറഞ്ഞേ, ഭൂലോകരുടെയും, 3 അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ആവേശം കൊണ്ട് ഞാനിവിടെ നിന്നാൽ പോരെ, തുള്ളിച്ചാടാൻ തോന്നുന്നു. കാരണം 3 ലോകങ്ങൾ ഒരുപോലെ ഏറ്റുപറയുന്ന നാമമാണ് യേശുവിന്റെ നാമം. 3/4 ചക്രത്തിന്റെ വിലയില്ലാത്ത മരമുട്ടി കൊണ്ട് തീർത്ത മുക്കുമണ്ഡങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കി 3-4 പേർ മുക്കിയും മൂളിയും ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടുവെക്കുന്ന ഒരു കുട്ടി ദൈവത്തിന്റെ മുൻപിലല്ല ഇന്ന് രാത്രി ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ ആളുകൾ കുറവേ ഉള്ളെങ്കിലും 3 ലോകവും മുഴങ്കാൽ മടക്കുവാൻ യോഗ്യമായ നാമമുണ്ടെങ്കിൽ ആ നാമത്തിന്റെ മുൻപാകെയാണ് ഇരിക്കുന്നതെന്ന ഉത്തമ ബോധമുള്ളവര് പുലർ പട്ടണം കേൾക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ മഹത്വം വിളിച്ചറിയിക്കേണ്ടതിന് ആ കരമൊന്ന് ചേർത്തടിച്ചോ. ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തെ സ്തുതിക്കട്ടെ. 3 ലോകവും മുഴങ്കാൽ മടക്കുവാൻ യോഗ്യമായ ഒരു നാമം ലോകത്തിലുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ നാമമാണെന്ന്. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട് അല്ലേ. യേശു ക്രിസ്തു കർത്താവ് ഈ ഭൂലോകത്തിൽ ഉള്ളവർക്ക് പരിചയപ്പെടാൻ കൊടുത്ത നാമമാണ് യേശു. അതാ ലൂക്കോസിന്റെ സുവിശേഷം. ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ നീ അവൻ എന്ത് പേര് വിളിക്കണം? യേശു. ഇനി അധോലോകത്തിൽ, മുംബൈ അധാലോകമല്ല, ആദാമിൻ്റെ കാലം മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയുള്ള 1ാമത്തെ പർദീസ, അവിടെ യേശുവിന് അറിയപ്പെടുന്ന മശിഹ എന്ന നാമത്തിലാണ്. അതാണ് ശമര്യാസ്ത്രീ പറഞ്ഞത്, ക്രിസ്തു എന്ന് വെച്ചാൽ മശിഹ വരുമെന്ന് ഞങ്ങൾ കാത്തിരിക്കുന്നു. അപ്പം യഹൂദന് മശിഹയാണ്, യേശുവല്ല. ഇനി അപ്പൊ ഈ ഭൂലോകത്തിൽ യേശുവിൻ്റെ പേര് യേശു, അധോലോകത്തിൽ യേശുവിൻ്റെ പേര് ക്രിസ്തു. സ്വർഗത്തിൽ ഒരു ദൂതന്മാർ യേശുവിനെ യേശുവേ എന്ന് വിളിക്കാറില്ല, ക്രിസ്തുവേ എന്ന് വിളിക്കാറില്ല. സങ്കീർത്തനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, കർത്താവ് എൻ്റെ കർത്താവിനോട്. അപ്പൊ അവിടെ അവൻ ആരാണ്? അവൻ കർത്താവാണ്, അവൻ ഭരിക്കുന്നവനാണ്. അപ്പോൾ ഈ ഭൂലോകത്തിലെ യേശു, അധോലോകത്തിലെ ക്രിസ്തു, സ്വർലോകത്തിലെ കർത്താവ്, അതാണ് യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരുമെന്ന്. ചെയ്യൂന്നല്ല, ചെയ്യേണ്ടി വരൂ എന്ന് പറഞ്ഞ അർത്ഥം വല്ലതും മനസ്സിലായോ? ഇപ്പം ഞങ്ങൾ യേശുവിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പം യേശു ദൈവമല്ല, അങ്ങനെ ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാം, ഒരു വിരോധമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോളണം, 2ാം വട്ടം ഇവിടെ സഖാവ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. അപ്പോൾ ചെല്ല് പറഞ്ഞു ഞങ്ങൾ വീണ്ടും വരും, ചെല്ല് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വരും. അപ്പം ഇങ്ങനെ പല മുദ്രാവാക്യങ്ങളൊക്കെ വന്നല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ ചരിത്രം സൃഷ്ടിച്ച് 2ാം പ്രാവശ്യം ഇവിടെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ പുനലൂരുള്ള BJP-കാരോടോ കോൺഗ്രസ്സുകാരോടോ ഏതെങ്കിലും പാർട്ടിയോട് നിങ്ങൾ ചോദിച്ചു നോക്കിക്കോ, നിങ്ങളുടെ മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ പാർട്ടിക്ക് വ്യത്യാസമുണ്ടെങ്കിലും ആശയത്തിന് വ്യത്യാസമുണ്ടെങ്കിലും ഞങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് വിവരമുള്ളവർക്ക് അംഗീകരിക്കാതിരിക്കാനും പറ്റത്തില്ല, പറയാതിരിക്കാനും പറ്റില്ല. ഇതുപോലെയാണ് യേശുവിൻ്റെ കാര്യം. ഇവിടെ 25-35 കോടി നിരീശ്വരവാദികളുണ്ട്. ഇവിടെ യേശുവിനെ അംഗീകരിക്കാത്ത ഒത്തിരി പേരുണ്ട്. കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ യേശു ദൈവമാണോ അല്ലയോ സംവാദം ഒത്തിരി ആളുകളുണ്ട്. യേശുവിനെ ദൈവമല്ലെന്ന് പറഞ്ഞ് കാർക്കിച്ചു തുപ്പുന്ന ആളുകളൊക്കെ കണ്ടേക്കാം. ഒരു കാര്യം ഞങ്ങൾ പറയാം, ഇന്ന് ഞങ്ങൾക്കതിന് സംവാദങ്ങൾ മാത്രമേ ഉള്ളുവെങ്കിലും ഒറ്റ പ്രതിപക്ഷം പോലുമില്ലാതെ ആവർത്തിക്കുകയാണ്. പിതാവായ ദൈവത്തിന് മുൻപാകെ തൻ്റെ പ്രകടന പത്രികയിൽ 70 ചാർജ് ഷീറ്റിൽ വായിച്ചു കേൾപ്പിച്ചിട്ട് യെരുശലേമിൽ കസേരയിട്ട് രാജാതി രാജാവും കർത്താതി കർത്താവുമായി യേശു ഇവിടെ ഭരിക്കുന്ന സമയത്ത് മുഴുവൻ ആളുകളും വന്നിച്ച് പറയേണ്ടി വരും യേശു മാത്രം കർത്താവെന്ന്. അന്ന് ഗതികെട്ട് പറയുന്നതിനേക്കാൾ ഇന്ന് ഈ കസേരയിൽ ഇരുന്ന് യേശു കർത്താവാണെന്ന് പറയുവാൻ അഭിമാനം തോന്നുന്നവർക്കും അവസരം ലഭിച്ചവർക്കുമായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ ആകാശത്തിലേക്ക് ഒന്ന് കയറിച്ചും പെട്ടെന്ന് ഇറങ്ങി വരാം. കാരണം ഇറങ്ങി വരണമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നാളത്തെ പ്രസംഗം നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം ഇത് നിറച്ച് ഒരാൾ പോലും ഇരിക്കാനിടയില്ലാത്ത വിധം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ആകാശത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് കയറിച്ച് വരാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യവും കൂടെ വായിച്ചു. ഞാനൊന്നും വായിപ്പിക്കാനിരുന്നല്ല, വായിക്കണമൊന്നുമില്ല. അവിടെ നമ്മൾ ഈ ആകാശമാണല്ലോ ആദ്യം ഇളകുന്നത്. അതുകൊണ്ട് ആ ഇളക്കത്തെക്കുറിച്ച് പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രസംഗം അവസാനിപ്പിക്കണം. 9, 10
15 വരെ എനിക്ക് സമയം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും വാച്ച് കിട്ടിയ കൈകൊണ്ട് ഹല്ലേലൂയൊന്നും പറയണ്ട. ഇനി 9 മണിക്ക് നിങ്ങൾക്ക് പോകണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കാരണം ഇപ്പോൾ പിടിച്ചു നിർത്താൻ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ലല്ലോ. ഏതായാലും 3-3.5 കൊല്ലം കൊണ്ട് നമ്മളിങ്ങനെ ആരാധനയൊന്നും ഇല്ലാതിരിക്കുകയല്ലോ. അപ്പോൾ കിട്ടിയ അവസരം നമുക്ക് അങ്ങോട്ട് മുതലാക്കാം. വേഗത്തിൽ ആ വാക്യത്തിലേക്ക് വരുന്നു. അവിടെ 6ാം മുദ്ര പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് അവിടെ വായിക്കുന്നത്. ഫാസ്റ്റ് ഒന്ന് വായിക്കാമോ? 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ ചിന്തിക്കുന്നതാണ് ഇളകാത്ത രാജ്യം, ആകാശ ലക്ഷണങ്ങൾ. 3 പറഞ്ഞ് അവസാനിപ്പിക്കും. വായിച്ചോ പാസ്റ്റർ. 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. തൊട്ട് താഴെയും കൂടെ ഉണ്ട്, വായിക്കട്ടെ. അവിടെ താഴെ വായിക്കുന്ന 3 കാര്യങ്ങളാണ് വായിക്കുന്നത്. 1, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. 2, ചന്ദ്രൻ രക്തതുല്യമായി മാറിപ്പോയി. 3, അത്തിവൃക്ഷങ്ങൾ പെരുങ്കാറ്റുകൊണ്ട്, അത്തിക്കായകൾ പഴുത്തിട്ട് പെരുങ്കാറ്റുകൊണ്ട് ഉതിർന്ന് താഴെ വീഴുന്ന പോലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വന്ന് വീണു. ഈ 3 കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നാളെ തുടരുമല്ലോ. ശ്രദ്ധിക്കണേ, ഞാനിവിടെ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന ഭാഗത്തു നിന്നുണ്ട്. ഇളകാത്ത രാജ്യം, ഇളകുന്ന രാജ്യം. ഇത് ഇളകും, അത് ഇളകുകയില്ല. അതാണ് പറഞ്ഞു വരുന്നത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആദ്യം സംഭവിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് സൂര്യൻ കരിമ്പടം പോലെ കറുക്കുമെന്നുള്ളതാണ്. ഒരു സയൻറ്റിസ്റ്റ് അല്ല ഞാൻ. കാരണം ഞാൻ നാളെ വരുന്ന പ്രസംഗനെ പോലെയൊന്നും ഈ കാര്യങ്ങൾ ആധികാരികമായിട്ട് അവതരിപ്പിക്കുവാൻ അല്പം ശേഷി കുറവുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ എടുത്താൽ പോകാത്ത വിഷയം എടുക്കാതിരുന്നാൽ കൂടെ എന്ന് വേണ്ടി നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഞാൻ 25 കൊല്ലം പാസ്റ്റായിരുന്നു. അപ്പോൾ ഈ ഏതെങ്കിലുമൊക്കെ സഭയിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ അതെങ്ങനെ പാസ്റ്റ് എന്ന് ചോദിക്കുമ്പം അരാമ്യ ഭാഷയിൽ, എബ്രായ ഭാഷയിൽ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് പിന്നെ പറയാമെന്നൊക്കെ പറഞ്ഞ് മുങ്ങാം. പക്ഷേ സ്വന്തം സഭയിൽ മുങ്ങാൻ പറ്റുമോ? അവിടെ പിറ്റത്തെ ആഴ്ചയും വരണ്ടേ? അപ്പോൾ സ്വന്തം സഭയിലുള്ള ആളുകൾ ഇങ്ങനെ ചോദിച്ചു, ഇതെങ്ങനെ സൂര്യൻ കരിമ്പടം പോലെ കറക്കുന്ന, ചന്ദ്രൻ്റെ രക്തതുല്യം മാറുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ പാവപ്പെട്ട ദൈവമക്കളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാനൊരു ഭഗീരഥ പ്രയത്നം നടത്തിയപ്പോൾ മനസ്സിലായ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചു പഠിച്ചതും ഗ്രഹിച്ചതൊക്കെ ദൈവാത്മാവിൻ്റെ സഹായത്തോടെ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, സൂര്യൻ എവിടെയാണ് നിൽക്കുന്നത്? വെറുതെ അടിസ്ഥാനപരമായി ഒരു പഠനം നാട്ടുകാരും ഈ യോഗം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ടും കൂടെ ഫോക്കസ് ചെയ്യണമല്ലോ. എവിടാ സൂര്യൻ നിൽക്കുന്നത്? പണ്ട് കാലത്തൊക്കെ സൂര്യൻ നിൽക്കുന്നതിനെ കുറിച്ച് ശാസ്ത്രം പറയുന്നത് 9,30,00,000 മൈൽ അകലത്തിലാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അത് മാറ്റി. എന്താ കാര്യം? ഇപ്പോൾ പറയുന്നത് 15 കോടി മൈൽ അകലത്തിലാണ് നിൽക്കുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ശാസ്ത്രത്തെ നമ്മൾ അഭിവാദനം ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം ഓർത്തോളണം, ഇന്നത്തെ ശാസ്ത്രം കവിവചനമാണ്. ഇന്നത്തെ ശാസ്ത്രം നാളത്തെ അബദ്ധമായി തീരാം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഭയങ്കര ടെക്നോളജി നിങ്ങൾക്കറിയാമല്ലേ. ഇപ്പോഴത്തെ പിള്ളേർ നമുക്ക് ആർക്കും പറ്റിക്കാനൊന്നും പറ്റുകയില്ല. ഇപ്പോൾ മനുഷ്യൻ ചന്ദ്രനിൽ പോയി എന്നൊക്കെ നമ്മൾ പറയും, നീൽ ആംസ്ട്രോങ്ങിൻ്റെ കാലഘട്ടത്തിൽ പോയി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർ കുറച്ച് പേര് പറയുന്നത് അവിടെയൊന്നും പോയിട്ടൊന്നുമില്ല, ഏതാണ്ട് മരുഭൂമിയിൽ കൊണ്ടുവന്നൊരു കൊടി കുത്തി വെച്ചും അതിങ്ങനെ പോയി എന്നൊക്കെ പറയുന്നതാണ് എന്ന് റിസർച്ച് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ പിള്ളേരെ സംബന്ധിച്ച് അവർ റിസർച്ച് ചെയ്യാനായിട്ട് ഒത്തിരി സംഭവങ്ങളും ഗൂഗിളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ അതിനകത്താണല്ലോ. നമ്മളെക്കാളൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരാണ് നമ്മുടെ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ. ഈയിടെ ഞാൻ വായിച്ചൊരു ഫലിതം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. ഒരപ്പൻ ഒരു പട്ടിയുടെ പടം ഒരു മകൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കുറച്ച് സ്കെച്ച് പേനയും കൊടുത്തിട്ട് കളർ ചെയ്തുകൊണ്ട് വരാം, അതിൻ്റെ ബുദ്ധി ഞാനൊന്ന് അളക്കട്ടെ. അവന് കളർ ചെയ്തുകൊണ്ട് വന്നപ്പോഴുണ്ടല്ലോ സകല കളറും കൂടെ തേച്ച് വെച്ചേക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, എടാ പൊട്ട മരമാക്രി മരമണ്ട, എടാ ഒന്നുകിൽ പട്ടി കറുപ്പ്, പിന്നെ ബ്രൗൺ കളറ്, വെള്ള ഇങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ, അല്ലാണ്ട് പച്ച, റോസ്, നീല ഒക്കെ നിന്നെപ്പോലും മരമണ്ടൽ ലോകത്തിൽ. അവനങ്ങനെ ഊറി ചിരിച്ചുകൊണ്ടിരിക്കുക. അവൻ പറഞ്ഞു, പപ്പ ഈ വിളിച്ച പേരൊന്നും എനിക്ക് ചേരില്ല, പപ്പയ്ക്ക് ചേരുന്നേ, പപ്പയാണ് മരമണ്ടൻ, പപ്പയാണ്. എന്താ കാര്യം? പപ്പ ഇത് കേരളത്തിലെ പട്ടിയല്ല, ഇത് നോർത്ത് ഇന്ത്യയിലെ ഹോളി ആഘോഷം കഴിഞ്ഞ് വരുന്ന പട്ടിയാണെന്ന്. അതോടുകൂടി ആരായി പൊട്ടൻ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കുകയും. അപ്പോൾ തലമുറകളെ ഇന്ന് നമുക്ക് പെട്ടെന്നൊന്നും അബദ്ധത്തിലൊരു കാര്യം ചെന്നൊത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ശാസ്ത്രം പറയുന്ന കാര്യം തന്നെയാണ്, സൂര്യന് അയനമൊന്നും ഇല്ലെന്നാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നതും. അതും വേറൊരു കാര്യമാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ആളെന്ന് പറഞ്ഞാൽ പെന്തക്കോസുകാർ എന്ത് പറഞ്ഞാലും നാട്ടുകാർ പറയും പെന്തക്കോസുകാരുടെ ഉന്തും തള്ളുമാണെന്നേ പറയുള്ളൂ. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ആരും പെട്ടെന്ന് അംഗീകരിച്ച് തരില്ല. നമ്മൾ പറയുന്ന അതേ കാര്യം വേറെ ആരെങ്കിലും പറഞ്ഞു നോക്കിക്ക്, അവർ 2 കൈയോടുകൂടെ സ്വീകരിക്കുകയും ചെയ്യും. അന്റാർട്ടിക് പ്രദേശത്തുള്ള മഞ്ഞുമലകൾ ഉരുകും, സമുദ്രത്തിൻ്റെ ജലനിരപ്പ് 6 അടി ഉയരും, പെൻഗിന് ഹിമക്കരടികൾ കാണാതായി വന്നിരിക്കുന്നു, കിളിമഞ്ചാരോ പർവ്വതം 12,000 വർഷമുള്ളത് ഉരുകി
ശിലകൾ കാണായി വന്നു കഴിഞ്ഞിരിക്കുന്നു. കൊച്ചി സമുദ്രത്തിൽ 2 അടി താഴ്ചയാണ്, അവിടെ 8 അടി വെള്ളം പൊങ്ങുന്നൊക്കെ നമ്മുടെ ആൾ എത്ര നാളായി പ്രസംഗിക്കുന്നു, ആരും അത് ചെവിക്കൊണ്ടില്ല. ഈയിടെ ഒരു രാഷ്ട്രീയക്കാരൻ പ്രസംഗിച്ചപ്പോൾ അത് വൈറൽ പോലെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞാൽ, പെന്തിക്കോസുകാർ പറഞ്ഞാൽ അത് ഉന്തും തള്ളും, മറ്റുള്ളവരൊക്കെ പറഞ്ഞാൽ കാര്യമായിട്ടാണ് ആളുകൾ കണക്കാക്കപ്പെടുന്നത്. അറിയാമോ, ഈ സൂര്യനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ട് പറയുന്ന കാര്യമാണ്, ഇതിൻ്റെ അന്തർഭാഗത്ത് 4 കോടി ഡിഗ്രി ചൂടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഉപരിതലത്തിൽ 12,000 ഡിഗ്രി ചൂടുണ്ട്. ആ സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന തീ ജ്വാലയുടെ നീളമെന്ന് പറയുന്നത് 25,000 കിലോമീറ്റർ നീളമാണ്. ഇത്രയും കൃത്യമായിട്ട് പറയുമ്പം ഞാൻ അവിടെ പോയിട്ടില്ല, തെർമോമീറ്ററുമായിട്ട് അളന്നിട്ടുമില്ല. ഈ പറഞ്ഞ ശാസ്ത്രീയ കാര്യങ്ങൾ അവർ പുറത്ത് വിട്ടത് നമ്മൾ കാണാതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ സൂര്യനെ സംബന്ധിച്ച് ശാസ്ത്രവും നമ്മളും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നിട്ടുണ്ട്. അതെന്നറിയാമോ, നമ്മുടെ ഉപദേശിമാർ പണ്ടും കവലയിൽ പ്രസംഗിക്കാൻ പറഞ്ഞു, സൂര്യന് അയനമുണ്ട്, സൂര്യൻ എങ്ങനെ കറങ്ങുന്നുണ്ട്, സ്ഥലം വിടുകയാണ്. അപ്പൊ ശാസ്ത്രം പറഞ്ഞില്ല, സൂര്യൻ അയനമില്ല. പെന്തക്കോസ്തുകാർ വെറുതെ ആവശ്യമില്ലാത്ത പറയുകയാണ്. അപ്പൊ നമ്മുടെ ഉപദേശിമാരത് പറയാനുള്ള കാരണം എന്നറിയാമോ, 19-ാമത്തെ സങ്കീർത്തനമാണ്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്ക് പൊടിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനില്ല. അടുത്ത വാക്കിലേക്ക് നിങ്ങൾ ശ്രദ്ധയൂന്നണം. ഒരു അറ്റത്ത് നിന്ന് ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് അതിൻ്റെ ഉദയവും മറുവറ്റത്ത് അതിൻ്റെ അയനവും ആകുന്നു. ഇംഗ്ലീഷിൽ സർക്യൂട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് മണവർ എന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം. വീരനെ പോലെ തൻ്റെ ഓട്ടമോടുവാൻ സന്തോഷിക്കുന്നു. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. 2 വാക്കുകൾ ഹൈലൈറ്റ് ചെയ്യാം. ഒന്ന് സർക്യൂട്ട് അഥവാ അയനം, 2 ഓട്ടം ഓടുവാൻ സന്തോഷിച്ചിരിക്കുന്നു. ഈ വേദപുസ്തകം ചുമലിൽ എന്തി ഞങ്ങളുടെ പിതാക്കന്മാര് പറഞ്ഞു, സൂര്യന് അയനമുണ്ട്. കാരണം 19-ാം സങ്കീർത്തനം ദൈവത്തിന്റെ വചനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത, ആര് വിശ്വസിക്കുന്നു ആര് വിശ്വസിക്കുന്നില്ല ഞങ്ങൾക്കത് പ്രശ്നമില്ല. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. 100 കണക്കിന് പ്രാവശ്യങ്ങൾ ഊഹങ്ങൾ കൊണ്ട് തിരുത്തപ്പെട്ട പുസ്തകമാണ് ഡാർവിന്റെ സിദ്ധാന്തം. പക്ഷെ വേദപുസ്തകത്തിന്റെ 1100 വരുന്ന അധ്യായങ്ങൾ ഒരു സ്ഥലത്തും തിരുത്തേണ്ടി വന്നിട്ടില്ല. ഞങ്ങളൊക്കെ പതിറ്റാണ്ടുകളായി പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളും ഞങ്ങൾക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ല. കാലഘട്ടത്തിന്റെ ഒരു സന്ദേശമാണ് വേദപുസ്തകം എന്ന് പറയുന്നത്, അതിൽ യാതൊരു തർക്കവുമില്ല. ഈ അടിസ്ഥാനം ഞങ്ങൾ പറഞ്ഞു, ഇത് നേരെ വെച്ച് പിടിക്കുന്നു. ശാസ്ത്രം സംബന്ധിച്ചു 2 വിധത്തിലുള്ള അയനം സൂര്യനുണ്ട്. ഒന്ന്, ഭൂമിയെപ്പോലെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നു, 28 ദിവസമെടുക്കും. 2, ഒരു സെക്കൻഡിൽ 12 മൈൽ വേഗത്തിൽ സൗരയൂഥം എന്ന് പറയുന്ന കുടുംബം നേരെ വടക്കോട്ട് വെച്ച് പിടിക്കുന്നു. ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷെ വടക്കോട്ട് പോകുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്കൊരു ചിന്ത പറയാനുണ്ട്. കാരണം വടക്കോട്ട് എന്ന് പറഞ്ഞാൽ ഏത് വടക്കോട്ടാണ്? ഇപ്പൊ നിങ്ങൾ എന്തിക്കും, ജോയി പാറക്കലിന്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് അങ്കമാലി ചാലക്കുടി കറുകുറ്റിയിലാണ്. ഓ, അത് വടക്കാണല്ലേ എന്നാണ് നിങ്ങൾ പറയുക. അപ്പൊ ഇവിടുത്തെ ആര് വിചാരിച്ചിരിക്കുന്ന അങ്കമാലി ചാലക്കുടി വടക്കാണെന്നാണ്? അല്ല, അത് കേരളത്തിന്റെ സെൻട്രൽ പോയിന്റ് ആണ് കറുകുറ്റി എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ഞങ്ങളുടെ വടക്കേതെന്നറിയാമോ? ഞങ്ങളുടെ വടക്ക് മലബാറാണ്. മലബാറിന്റെ വടക്ക് ഇന്ത്യയാണ്. വടക്കേ ഇന്ത്യ ചെന്നാലും വടക്ക് തീരുന്നില്ല. കാരണം ഭൂമി ഉരുണ്ടിരിക്കുന്നത് കൊണ്ട് വടക്കെന്നും പറഞ്ഞൊരു സ്ഥലം പോലും ഇല്ലെന്നാണ് ചില ആളുകൾ പറയുന്നത്. അതുകൊണ്ടാണ് ചിന്തകന്മാർ പറയുന്നത്, മക്കളെ ഏറെ തെക്കോട്ട് പോകരുത്, വടക്ക് വശത്തെത്തും. അതും ശരിയാ, ഏറെ തെക്കോട്ട് പോയാൽ ഇങ്ങനെ കറങ്ങി എവിടെ വരും? വടക്ക് വശത്തെത്തും. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ ഇങ്ങനെ വടക്കോട്ട് പോകുന്നതിന് കാരണമുണ്ട്. ഞങ്ങളുടെ ബൈബിൾ പറയുന്നു അവിടെയാണ് സ്വർഗം. എവിടെ? വടക്കാണ് സ്വർഗം. ഏത് വടക്ക്? ഈ പറയുന്ന മലബാറും മംഗലാപുരവും വടക്കല്ല പറയുന്നത്. ഭൂപടം തൂക്കിയിട്ടിട്ട് മുകൾ ഭാഗത്തേക്ക് നോക്കണം. അതായത് ഉത്തര ധ്രുവം എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക്. അതായത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, നക്ഷത്രങ്ങൾ ഇല്ലാത്ത, മിൽക്കി വേ ഇല്ലാത്ത, ക്ഷീരപഥങ്ങൾ ഇല്ലാത്ത, ഒരു നക്ഷത്ര കുഞ്ഞു പോലും ഇല്ലാത്ത ഒരു സ്ഥലം ആകാശത്തിലുണ്ട്. ആ ആകാശത്തിന് ശാസ്ത്രമിട്ട പേരാണ് നോർത്തേൺ നെബൂള എന്ന് പറയുന്നത്. എനിക്ക്
എനിക്ക് തോന്നുന്നു 1977 കാലഘട്ടങ്ങളിലായുക, 877 സംശയമുണ്ട്. ആ കാലഘട്ടങ്ങളിലൊക്കെ വാന നിരീക്ഷണ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞൊരു കാര്യം ഞാനിങ്ങനെ മറ്റുള്ളവരെ പ്രസംഗിച്ചും വായിച്ചും കേട്ടിട്ടുണ്ട്. അവരിങ്ങനെ ആകാശത്തിൽ ഇങ്ങനെ ഈ നോർത്തേൺ നെബൂളയിലേക്ക് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു നക്ഷത്ര കുഞ്ഞു പോലും ഇല്ലാത്ത നോർത്തേൺ നെബൂളയിൽ അവർ കണ്ടുപിടിച്ച 4 കാര്യങ്ങൾ. ഒന്ന്, ഏതോ ഒരു പുരാതന കൊട്ടാരത്തിന്റെ പ്രവേശന കവാടം പോലെ ഒരു കമാനം ഞങ്ങൾ കാണുന്നു. 2, സ്ഫടിക സ്ഫുടം പോലെ കിടക്കുന്ന ഒരു തടാകം പോലെ, ഒരു നദി പോലെ, തടാകം പോലെ ഞങ്ങൾ കാണുന്നുണ്ട്. ആർക്കും വിവരിക്കുവാനാകാത്ത ഒരു വെണ്മ പോലെ ഒരു പ്രകാശം ഞങ്ങൾ അവിടെ കാണുന്നു. ഇതൊക്കെ അനുമാനങ്ങളാണ്. അവർ ബൈബിൾ പരിശോധിക്കാൻ നോക്കി, ലോകത്തുള്ള മതഗ്രന്ഥങ്ങൾ പഠിക്കാൻ നോക്കി. ഒടുവിൽ വേദപുസ്തകത്തിലേക്ക് വന്നിട്ട് അവർ പറയുകയാണ്, ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമായ വേദപുസ്തകത്തിന്റെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി 2 വാക്യങ്ങൾ അവർ ഹൈലൈറ്റ് ചെയ്തു. ഒന്ന്, അവൻ ആകാശത്തിൽ മാളികകളെ പണിയുന്നു. 2ാമത്തെ വാക്യം ഇതാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ അവൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ടു. ലോകത്തിന്റെ ശാസ്ത്ര വിശാരദന്മാർ അന്ന് ചോദിച്ച ചോദ്യം ഇതാണ്, ഈ ആകാശത്തിന്റെ നോർത്തേൺ നെബൂളയിൽ കമാനം പോലെ, തടാകം പോലെ, വെണ്മ പോലെ തോന്നുന്ന ഈ സംഭവം ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമായ വേദപുസ്തകത്തിനകത്ത് അവരുടെ ദൈവമായ യേശുക്രിസ്തു പണിയുമെന്ന് പറഞ്ഞ സ്വർഗരാജ്യമായിരിക്കുമോ അതെന്ന് ചോദിച്ചിട്ടാണ് അനേകം ആളുകൾ വിശ്വാസത്തിലേക്ക് വരുവാനിടയായത്. ഇന്ന് രാത്രി ഞങ്ങൾ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ശാസ്ത്ര വിശാരദന്മാർ, പണ്ഡിത പടുക്കൾ, ഉലകം ചവച്ചരച്ച മഹാരഥന്മാർ ഇവിടെ ഒരു സ്വർഗരാജ്യമുണ്ടെന്ന് കോടികൾ മുടക്കി ഗതികെട്ട് സമ്മതിക്കേണ്ടി വരുമ്പോൾ, പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ പോലും കണ്ടിട്ടില്ലാത്ത ദിദിമോസ് എന്ന തോമസിനോട് യേശു പറഞ്ഞു, തോമാസേ, കാണാതെ വിശ്വസിച്ചവൻ ഭാഗ്യവാൻ. ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, ഇത് കാഴ്ചയാലല്ല, ഇത് വിശ്വാസത്താലാണ് പ്രിയപ്പെട്ടവര്. ഈ കാണാതെ വിശ്വസിച്ചവര് അവര് ഭാഗ്യവാന്മാരാണെന്ന് മാത്രമല്ല, അതിനകത്തൊരു പ്രവേശനം പോലും നമുക്ക് ധാരാളമായിട്ട് ലഭിച്ചിരിക്കുന്നു എന്നാണ്. ഒരു സെക്കൻഡിലും മിനിറ്റിലുമൊക്കെ 40-60 ലക്ഷം ടൺ ഭാരം വീതം ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകം അതിൽ കത്തിത്തീർന്നുകൊണ്ടിരിക്കുകയാണ്. കത്തിത്തീരുമ്പോഴാണ് അതിൻ്റെ വേസ്റ്റായിട്ട് ഹീലിയം വരുന്നത്. അതിൻ്റെ പാടുകളാണ് നമ്മൾ ഈ സൂര്യപ്രകാശത്തിലൊക്കെ കാണുന്ന കറുത്ത പാടുകൾ എന്ന് ശാസ്ത്രം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായല്ലോ. 700 കോടി വർഷങ്ങളായി ഇങ്ങനെ ഇത് കത്തിക്കൊണ്ടിരിക്കുന്ന വൻ ആണവ നിലയമാണ് സൂര്യൻ എന്നൊക്കെ ശാസ്ത്രം നമുക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ, ഇതിങ്ങനെ കത്തിത്തീർന്നാൽ എന്തോ സംഭവിക്കുന്നറിയാമല്ലോ. ഇത് കത്തിത്തീർന്ന ഒരു കരിമ്പടത്തിന്റെ കെട്ടുകണക്കെ ഇത് കത്തിത്തീരുമെന്നാണ് പറയുന്നത്. അപ്പൊ കത്തിത്തീർന്നാൽ ന്യായമായൊരു ചോദ്യം ലോകത്തിനുണ്ടാകും. ആ ചോദ്യം ഇതാണ്, സൂര്യൻ ഇല്ലാത്ത ഒരു രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാ പ്രസംഗിക്കുന്നത്? മനുഷ്യൻ ഇവിടെ ജീവിക്കണമെങ്കിൽ, മൃഗങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ, സസ്യലതാദികൾക്ക് ജീവിക്കണമെങ്കിൽ സൂര്യപ്രകാശം വേണ്ടേ? സൂര്യപ്രകാശം വേണ്ടേ എന്ന ചോദ്യത്തിന് നമ്മുടെ ഉത്തരം സൂര്യപ്രകാശം വേണം. പക്ഷെ സൂര്യൻ ഇല്ലാത്ത രാജ്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും സൂര്യൻ ഇല്ലാത്തൊരു രാജ്യം ഉണ്ടാകും. അത് വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് എൻ്റെ അർത്ഥം? വല്ലതും ഒന്ന് മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി തരാം. ഇന്ന് പുനലൂർ ടൗണിലേക്ക് ഇപ്പോൾ നമ്മൾ ചെന്നാൽ ആയിരക്കണക്കിന് വാട്ട്സുള്ള ഹാലജൻ ബൾബുകൾ കത്തിക്കിടക്ക് നിങ്ങൾക്ക് ഒരുപക്ഷെ ശ്രദ്ധിക്കുവാൻ കഴിയും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അതുകൊണ്ട് എന്താ ഗുണം? ടേൺ ചെയ്യാമല്ലോ, കാനയിൽ കാല് പോകാൻ നോക്കാമല്ലോ. പക്ഷെ നാളെ നേരം വെളുത്ത് ലൈൻമാൻ അത് ഓഫ് ചെയ്യാൻ മറന്നുപോയത് കൊണ്ട് രാവിലെ 10 മണിക്കും 10:30ക്കൊക്കെ പുനലൂർ ടൗണിൽ ഒരുപക്ഷെ ഈ ബൾബുകൾ കത്തിക്കിടക്കുന്ന കാണാറില്ലേ? ചോദ്യം, അത് കണ്ടുകൊണ്ട് ആരെങ്കിലും വണ്ടി ഓടിക്കാറുണ്ടോ? ഇല്ല. അത് നോക്കി ആരെങ്കിലും ഫുട്പാത്തിൽ നടന്നു പോകാറുണ്ടോ? ഇല്ല. എന്താ കാരണമെന്നറിയാമോ? ഒറിജിനൽ സൂര്യൻ കിഴക്ക് വെള്ളകീറി ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സൂര്യന്റെ ആവശ്യം വരികയില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന് വേദപുസ്തകത്തിൽ 375 പേരുകളുണ്ട്. അതിൽ ഒരേ ഒരു പേര് മാത്രം ഞാൻ പറയാം. മലാക്കി പ്രവചനം 4-ാം അധ്യായം, രോഗോപശാന്തിയോടുകൂടെ ഉദിച്ചു വരുന്ന നീതി സൂര്യൻ എന്നാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനാണ് ലോകത്തിന്റെ വെളിച്ചമെന്ന് പറഞ്ഞ ആ യേശുക്രിസ്തുവിനെ കല്ലറയിൽ അടക്കം ചെയ്തുവെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞു, വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ ലോകത്തിൽ ആർക്കും സാധിക്കുകയില്ല. 3-ാം ദിവസം കല്ലറയുടെ കവാട
ബന്ധിത മഹാശിലാ പ്രതിബന്ധത്തെയും റോമൻ സാമ്രാജ്യത്തിന്റെ അധികാര പ്രതീകമായ മുദ്രയെ തകർത്തുകൊണ്ട് കണ്ണിൽ ജാഗ്രത, കയ്യിൽ ആയുധം, ന്യായപ്രമാണത്തിന്റെ വിധിപ്രകാരം പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന ന്യായപ്രമാണ വിധിയെ കടമുഴക്കി എറിഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായും അവസാനമായും ഒരുവൻ ഉയർത്തെഴുന്നേറ്റു. അവനെ പിടിച്ചടക്കുവാൻ ലോകത്തിൽ ആർക്കും സാധിക്കുകയില്ല. ആ യേശു വരാൻ പോകുന്നത് 1000 കോടി സൂര്യപ്രഭയോടുകൂടിയാണ് യേശു വരാൻ പോകുന്ന. പ്രിയപ്പെട്ടവരെ, ഒറിജിനൽ സൂര്യൻ ഇവിടെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റിന്റെ ആവശ്യം വരികയില്ല എന്നാണ് തിരിച്ചറിയേണ്ടത്. ഈ സൂര്യനെയൊക്കെ തമ്പുരാൻ എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 19-ാമത്തെ സങ്കീർത്തനത്തിൽ അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു എന്നാണ്. അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് പറയേണ്ടതാണെങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അങ്ങോട്ടേക്കൊന്നും കടക്കുന്നില്ല. സൂര്യനിൽ ആൾക്കാർക്ക് കയറാൻ പറ്റാത്തതിൻ്റെ കാരണം ഈ 4 കോടി ഡിഗ്രി ചൂടാണ് പ്രിയപ്പെട്ടവരെ. അപ്പം ചൂടൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? ഒന്ന് പരിഷ്കരിച്ച് പമ്മി ഒന്ന് എടുത്താൽ മതിയല്ലോ, അതിനകത്ത് കയറിക്കൂടാം. എഗസ്കേൽ സാറിൻ്റെ പുസ്തകമൊക്കെ പറയുന്നത് ജയിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ 15 കൊല്ലങ്ങൾ കഴിഞ്ഞ വാഹനങ്ങൾ നിരത്തിൽ ഇറക്കരുത് എന്ന് ഡൽഹി ഗവൺമെന്റ് അടക്കമുള്ള അടിയന്തരമായ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടികളുടെയും കണ്ടം ചെയ്യാനുള്ള സ്ഥിതിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ സൂര്യന്റെ വാഴ്ച അവൻ ഇന്നുവരെ വീഴ്ചയിൽ കലാശിക്കാത്തത് കൊണ്ട് സൂര്യനെ ദൈവം തള്ളിക്കളയുകയില്ലെന്നാണ് ചിന്തകന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഷെഡിനകത്ത് കയറ്റിയിട്ടിരിക്കുന്നതല്ല, വാസയോഗ്യമാക്കി തീർക്കും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിനെക്കുറിച്ചാണ് പറയുന്നത്, ജയിക്കുന്നവന് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഒരു യാക്കോബായ കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. 15-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. 17-ാമത്തെ വയസ്സിൽ സുവിശേഷ വേലക്കിറങ്ങി. ആ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ നീ ഈ വീട്ടിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, എനിക്ക് 17 വയസ്സല്ലേ ഉള്ളൂ, ഞങ്ങളുടെ പുറത്തോട്ട് പൊക്കോളാം, അപ്പൻ വീട്ടിൽ കിടന്നോളാം പറഞ്ഞു. ഈ പ്രായമായിട്ടും ഞാൻ ആ വീട്ടിൽ തിരിച്ചു പോയിട്ടില്ല. അതൊക്കെ വിറ്റുപോവുകയും ചെയ്തു. എത്രയോ വാടക വീടുകളിൽ താമസിച്ചിട്ടുണ്ട്. എന്നെപ്പോലെ ഉപദേശിമാർക്കെല്ലാം അവസ്ഥ ഇതാണ്. ഞാൻ ഉപദേശിയായി പാർക്കുന്ന വീട്ടിൽ എന്നാണ് ഞങ്ങൾ സാധാരണ പറയുന്നത്. ഞാൻ പരദേശിയായി എന്നാണ്, പക്ഷേ ഞാൻ ഉപദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. 4 മുറ്റം, നടുമുറ്റം, നനയ്ക്കാനുള്ള പറമ്പും തോട്ടം കിണറും ഒക്കെ ഉണ്ടായിരുന്ന കുടുംബത്തിൽ നിന്ന് ഈ വേദപുസ്തകം എടുത്തതിന്റെ പേരിൽ, രക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ, സ്നാനപ്പെട്ടതിന്റെ പേരിൽ, അമ്പരചുംബിയായ ആരാധനാലയങ്ങൾ വിട്ടതിന്റെ പേരിൽ, പരസ്യമായി വേദപുസ്തകം എടുത്തതിന്റെ പേരിൽ അപ്പൻ സ്വത്ത് തരാത്ത ആയിരക്കണക്കിന് ദൈവമക്കൾ ലോകത്തിലുണ്ട്. പക്ഷേ ഇന്ന് രാത്രി പറയട്ടെ, ആർക്കും ഭാരപ്പെടേണ്ട കാര്യമില്ല. അളവ് നൂൽ നമുക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിനകത്ത് പ്രതിഫലം കൊടുക്കുമ്പോൾ ജയിക്കുന്നവന് മറിഞ്ഞിരിക്കുന്നവന്, ജയിക്കുന്നവന് ആലയത്തിന്റെ തൂണ്, ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ്, ജയിക്കുന്നവന് എന്നോട് ഇരിപ്പാൻ വരം നൽകും. അങ്ങനെ പറഞ്ഞു ജയിക്കുന്നവന് ഞാൻ ഉദയ നക്ഷത്രം കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ ഉദയ നക്ഷത്രം കൊടുക്കും. എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും 100 മടങ്ങ് ലഭിക്കാത്തവരായി ആരും ഉണ്ടാകത്തില്ല. ഈ സ്വർഗീയ വാസമോർത്ത പ്രത്യാശയുള്ളവര് ആ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തെ സ്തുതിക്കണം. പ്രിയപ്പെട്ടവരെ, 100 മടങ്ങ് അവൻ പ്രതിഫലം തരുന്ന ദൈവമാണ് എന്ന് മനസ്സിലാക്കണം. സൂര്യൻ കരിമ്പിടം പോലെ കറുക്കും, അതൊരു സത്യമാണ്. ചന്ദ്രൻ രക്തതുല്യമായി മാറിപ്പോകുമെന്നാണ്. ചന്ദ്രനെ കുറിച്ചൊക്കെ നമുക്ക് അധികം പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ചന്ദ്രൻ സ്വയമായിട്ട് പ്രകാശം നൽകുന്നൊരു ഗോളമേ അല്ല. സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ ഏറ്റെടുത്ത് സ്വയം റിഫ്ലക്ഷൻ നൽകുന്ന, പ്രതിബിംബം നൽകുന്ന ഒരു ഗോളമാണ് ചന്ദ്രൻ. അപ്പോൾ സൂര്യൻ കട്ടയും പടവും മടക്കുമ്പോൾ അതിനെ ആശ്രയിച്ചു നിൽക്കുന്ന ചന്ദ്രൻ എന്ത് ചെയ്യും? സ്ഥലം വിടും. ഇത്രയും മാത്രം ചിന്തിച്ച് വെച്ചാൽ മതി. നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ പിന്നെ ചൊവ്വയിൽ ജീവനുണ്ടോ, ചന്ദ്രനിൽ പോകാൻ താമസിക്കുമോ? ഇവിടെയുള്ള പറമ്പിൽ പോലും കൃഷി ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. ഇവിടുത്തെ ഒറ്റ പിള്ളേരും നാട്ടിലില്ല. ഇവർ നേരെ +2 കഴിഞ്ഞ ഉടനെ UK പോകാനും ഒക്കെ അന്നേരമാണ് ആളുകൾ ഇവിടെ നിന്ന് നേരെ ചൊവ്വയിലേക്കും ഒക്കെ പോകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിൽക്കട്ടെ, ചന്ദ്രനും സൂര്യനും ഇല്ലാതായാൽ എന്ത് സംഭവിക്കും
സാധിക്കും എന്നൊന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് ഞാൻ പിന്മാറാം. സൂര്യനും ചന്ദ്രനും എവിടാ സൃഷ്ടിക്കപ്പെടുന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകത്തിലാണ്. പകൽ വാഴുവാൻ വലിയ വെളിച്ചത്തെയും രാത്രി വാഴുവാൻ ചെറിയ വെളിച്ചത്തെയും. അപ്പോൾ പകൽ വാഴുന്ന വലിയ വെളിച്ചം സൂര്യനാണ്, രാത്രി വാഴുന്ന ചെറിയ വെളിച്ചം ചന്ദ്രനാണ്. അവ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്ന? കാലങ്ങൾ, ദിവസങ്ങൾ, വേനൽ, മഴ, ശീതം, ഉഷ്ണം, വിത, കൊയ്ത്ത്, ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണെന്നാണ്. എന്ന് പറഞ്ഞാൽ കാലങ്ങളും ദിവസങ്ങളും ഒക്കെ അറിയണമെങ്കിൽ ആര് വേണമെന്നർത്ഥം? സൂര്യനും ചന്ദ്രനും വേണം. സൂര്യമാന വർഷമുണ്ട്, ചന്ദ്രമാന വർഷമുണ്ട്, ഹിജ്റ വർഷമുണ്ട്, മലയാള വർഷമുണ്ട്, ജൂലിയൻ കലണ്ടറുണ്ട്, ഇല്ലേ? നമ്മുടെ മലയാളം ചിങ്ങമാസല്ലേ, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം മാസമുണ്ട്. അപ്പോൾ യഹൂദന്മാർ ചന്ദ്രമാന വർഷമാണ് കണക്കൂട്ടുന്നത്. ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾ 14+14 പൗർണമാസി, അമാവാസി, 28, 30 × 12 360. അവരുടെ കണക്ക് അതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് സൂര്യനും ചന്ദ്രനും ഉണ്ടെങ്കിലേ ദിവസങ്ങളും കാലങ്ങളും ഉള്ളൂ. ഇന്ന് രാത്രി 9:15 ഞാൻ പ്രസംഗം നിർത്തി കഴിയുമ്പോൾ നമ്മളെല്ലാം കൂടെ പാട്ടും പാടി നമ്മളിത് പിരിഞ്ഞു പോവുകയാണ്. പിരിഞ്ഞു എന്ന് പറയും, ഞങ്ങളെന്ന് പറയും, നമ്മൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ആണുങ്ങളൊക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് സർവ്വസാധാരണമായിട്ടും. പെണ്ണുങ്ങളും പറയാറുണ്ട്, പക്ഷേ അവർ പോകുമ്പോൾ ബാക്കി നാളെ പറയാം എന്ന് പറഞ്ഞിട്ടാണ് അവർ സാധാരണഗതി പോകുന്നത്. കാരണം നാളെ യോഗത്തിന് വരാമല്ലോ. അപ്പോൾ ഗുഡ് നൈറ്റ് പറയുന്നത് രാത്രി 9:30 ആയതുകൊണ്ടല്ല. ആണോ? 9:15 ഗുഡ് നൈറ്റ് പറയണമെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെന്താ ഈ 9:30 ഗുഡ് നൈറ്റ് പറയുന്നത്? സൂര്യൻ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് വാച്ചിൽ 9:30 ആയതുകൊണ്ടല്ല. ഇനി വീട്ടിൽ ചെന്നുവെച്ച് നിങ്ങൾ 10:30 ഗുഡ് നൈറ്റ് പറയില്ലേ? പറയും. അപ്പോൾ 8 മണിക്ക് ഗുഡ് നൈറ്റ് പറയുന്നവരല്ലേ? പറയും. അപ്പോൾ നേരത്തെ കിടക്കുകയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ സൂര്യൻ ഇല്ലാത്തതുകൊണ്ടാണ് ഗുഡ് നൈറ്റ് പറയുന്നത്, അല്ലാണ്ട് വാച്ചിൽ 9:30 ആയതുകൊണ്ടല്ല. അമേരിക്കയിൽ ചെന്ന് നോക്കിക്കേ, തോമസ്, ഓരോ സ്റ്റേറ്റിലും ഓരോ സമയമല്ലേ, ഓരോ മണിക്കൂറോടെ വ്യത്യാസമില്ലേ? നമ്മുടെ ആൻഡമാൻ നിക്കോബാറിലൊക്കെ 4 മണിക്ക് 5 മണിക്കൊക്കെ രാത്രിയാവും. അപ്പോൾ ആ സമയത്ത് അവർ 7 മണിക്ക് കിടന്ന ഉറക്കമാണ്. ഈ കഴിഞ്ഞ നവംബർ 10, 24 ഞാൻ മണിപ്പൂർ, പിന്നെ മിസോറാം, ത്രിപുര, അവിടെയും 5 മണിക്കൊക്കെ രാത്രിയാവും. അവിടെ 7 മണി കഴിഞ്ഞ് ഫോൺ വിളിച്ചാൽ ആരും എടുക്കുകയില്ല. അപ്പോൾ അവരെപ്പോഴാണ് ഗുഡ് നൈറ്റ് പറയുന്നത്? അവർ 6-7 മണിക്ക് ഗുഡ് നൈറ്റ് പറയും. ഇവിടെ 7 മണിക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞാൽ നമ്മളെ കളിയാക്കത്തില്ലയോ? അപ്പോൾ വാച്ചിൽ സമയമാണെന്നുള്ള സൂര്യൻ ഇല്ലാത്തതുകൊണ്ടാണ് ഗുഡ് നൈറ്റ് പറയുന്നത്. ഒരു തെളിവ് കൂടെ പറഞ്ഞു. നാളെ നേരം വെളുത്ത് 8 മണിയായി, സൂര്യൻ ഉദിച്ചിട്ടില്ല. അപ്പോൾ ഗുഡ് മോർണിംഗ് പറയൂ ആരെങ്കിലും? 10 മണിയായി, സൂര്യൻ ഉദിച്ചിട്ടില്ല, ഗുഡ് മോർണിംഗ് പറയൂ? ചിലർ സന്തോഷിക്കുന്നു, ദൈവമേ അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് ഞായറാഴ്ച ആയിരിക്കണമേ, സഭായോഗത്തിന് പോലും പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ പറയില്ല. അപ്പോൾ സൂര്യൻ ഇല്ലെങ്കിൽ സംഗതി തീർന്നു. പടിഞ്ഞാറൻ ചക്രവാളത്തിൻ്റെ മേഘക്കീറുകൾക്കുള്ളിൽ സായം സന്ധിയിൽ ചെഞ്ചായം പൂശി മറയുന്ന സൂര്യൻ കിഴക്ക് വെള്ളകീറി ഉദിച്ചു വരുന്നില്ലെങ്കിൽ പണി കഴിഞ്ഞു. പിന്നെ ഇവിടെ ദിവസങ്ങളില്ല. അപ്പോൾ സൂര്യനും ചന്ദ്രനും സൃഷ്ടിച്ചവിടാണ്, ഉൽപ്പത്തിയിലാണ്. ഇനി അവയെ എവിടെ സൃഷ്ടിച്ചിരിക്കുന്നു? ഇവിടെ അമ്പലക്കാള കണക്കെ കയറൂരി വിട്ടിരിക്കുകയല്ല സൂര്യൻ ചന്ദ്രനെയും. 104-ാമത്തെ സങ്കീർത്തനത്തിൽ വായിക്കുന്ന, സൂര്യൻ തൻ്റെ അസ്തമാനത്തെ അറിയുന്നു, ചന്ദ്രനെ അവൻ കാലനിർണയത്തിനായി നിയമിച്ചു. അപ്പോൾ സൂര്യനെ കണ്ടുകൊണ്ടും ചന്ദ്രനെ കണ്ടുകൊണ്ടും മാസപ്പിറവികൾ ഡിക്ലെയർ ചെയ്യുന്ന മതങ്ങൾ ഇവിടെയില്ലേ? ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് രണ്ടും ഉണ്ടെങ്കിലേ കാലങ്ങളുള്ളൂ, ദിവസങ്ങളുള്ളൂ, തിങ്കളും ചൊവ്വയും ബുധനുള്ളൂ. പഴയമത്തിൻ്റെ വെളിപ്പാട് പുസ്തകം എന്നറിയപ്പെടുന്ന ദാനിയേൽ പ്രവചനത്തിൽ നമ്മളൊരു വാക്കുണ്ട്, ഡെഡ് ബോഡിയുടെ അവസാനം പറയും, നീയോ പോയിക്കൊള്ളുക. അടുത്ത വാക്ക് പറഞ്ഞ്, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരുമ്പോൾ കാലത്തിനൊരു അവസാനമുണ്ടെന്ന് അവിടെ ഇല്ലേ? ഉണ്ട്. പുതിയ മത്തിലേക്ക് വരാം. കാലത്തിൻ്റെ തികവിങ്കൽ കന്യകയുടെ മകനായി കർത്താവ് ഭൂമിയിൽ ഭൂജാതനായി. ഇനി യേശുവിന് മുൻപ് പ്രസംഗിച്ച യോഹന്നാൻ എന്തോ പ്രസംഗിച്ചത്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. യോഹന്നാനെ ശിരച്ഛേദത്തിനായി വിട്ടുകൊടുത്തിട്ട് 4-ാമത്തെ ലാപ്പിൽ ഓടി വരുന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ബാറ്റൻ പിടിച്ചു വാങ്ങുന്ന പോലെ യേശുക്രിസ്തു ആ സുവിശേഷത്തിന്റെ ബാറ്റൻ പിടിച്ചു വാങ്ങിയിട്ട് യേശു പ്രസംഗിച്ച പ്രസംഗം അറിയാമോ? കാലം തികഞ്ഞു. വേറൊന്നും പ്രസംഗിച്ചിട്ടില്ല. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. അപ്പോൾ കാലം തികഞ്ഞു യേശു പ്രസംഗിച്ചില്ലേ? മത്തായി 24:3 ലോകാവസാനം. ഇനി ബൈബിളിന്റെ അവസാന പുസ്തകം വെളിപ്പാട് അവിടെ വരാം. ഇനി കാലങ്ങൾ ഉണ്ടാവുകയില്ല. അന്നേരം പറയുന്ന സൂര്യന്റെ പ്രകാശം ഇനി ഉണ്ടാവുകയില്ല, ചന്ദ്രന്റെ പ്രകാശം
ഇനി ഉണ്ടാവുകയില്ല. അർത്ഥം എന്താണെന്നറിയാമോ? സൂര്യനും ചന്ദ്രനും ഇല്ലാത്ത, അതിൻ്റെ പ്രകാശം ആവശ്യമില്ലാത്ത ഒരു രാജ്യം ഇവിടെ ഉണ്ടാകും. ആ രാജ്യത്തിന്റെ പേരാണ് ഞങ്ങൾ പറയുന്ന നിത്യത, അഥവാ കുഞ്ഞാട് വിളക്കായിരിക്കുന്ന ഒരു രാജ്യം ഇവിടെ ഉണ്ടാകും. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യമെന്നും പാതിരാ സൂര്യന്റെ നാടെന്നും നോർവേയെ കുറിച്ചും പറഞ്ഞ ഈ ലോകത്തിന്റെ അധരങ്ങൾ മാറ്റി പറയേണ്ടി വരും. സൂര്യന്റെയും ചന്ദ്രന്റെയും ആവശ്യമില്ലാത്ത സമൃദ്ധമായ ഒരു രാജ്യം ലോകത്തിൽ ഉണ്ടായേ പറ്റത്തുള്ളൂ. ആ രാജ്യമാണ് ഞങ്ങൾ പറയുന്ന ഇളകാത്ത രാജ്യം. അപ്പൊ ഇതൊക്കെ ഇല്ലാതാവും. എന്ത് സംഭവിക്കും? ഇവിടെ ഇല്ലാതാകുമ്പോൾ നിത്യത ആരംഭിക്കും. നിത്യ പറഞ്ഞ വല്ല മനസ്സിലായോ? സാധാരണ ഞാൻ പറയും, മരണത്തിന്റെ ചെറിയ മുതൽ മുടക്ക് വലുത് തിരിച്ചു പിടിക്കുക, അതിന് പറയുന്ന പേരാണ് ലാഭം എന്ന് പറയുന്നത്. ആ നിത്യത്തിലേക്ക് പോകുമ്പോഴാണ് മരണത്താലോ യേശുവിന്റെ വരവിനാലോ ലാഭകരമായ ഒന്നിലേക്ക് മാറുന്നത്. ഇവിടെ തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളി ശനി ഞായറും കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞു. 30 ദിവസം കഴിഞ്ഞാൽ സാലറിക്ക് വേണ്ടി നോക്കി നിൽക്കണം. സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യമല്ല കേട്ടോ, നിങ്ങളുടെ കാര്യമാണ്. നമ്മുടെ ഉപദേശിമാർക്ക് അങ്ങനെ സാലറി ഉണ്ടോ? ഞങ്ങൾക്ക് സാലറി ഒന്നുമില്ല. ഞങ്ങൾക്കുള്ളത് സപ്പോർട്ട് എന്നാണ്. അങ്ങനെയാണ് ഞങ്ങൾ തന്നെ പറയുന്നത് അല്ലേ? നമ്മുടെ പേര് അങ്ങനെയല്ലേ? സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ കുലച്ച് വരുന്ന വാഴയ്ക്ക് കൊടുക്കുന്ന ഊന്നിൻ്റെ പേരാണ് എന്തോന്ന്? സപ്പോർട്ട്. ഞങ്ങൾക്ക് സപ്പോർട്ടേ ഉള്ളൂ, നിങ്ങൾക്കൊക്കെയാണ് സാലറി എന്ന് പറഞ്ഞാൽ. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ വാഴ എന്ന് കുലച്ച് അതിൻ്റെ മൂപ്പ് എത്തുമോ അന്ന് സപ്പോർട്ട് എന്ത് ചെയ്യും? പിൻവലിക്കും. പിന്നെ ഞങ്ങൾക്കൊരു ഗുണമുണ്ട്, ഞങ്ങളുടെ വാഴക്കൊല ഒരു കാലത്ത് മൂക്കാറില്ല. അതാണ് എൻ്റെ പ്രത്യേകത. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങളുടെ വേലക്കാരെ സംബന്ധിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ മാസത്തിൽ സപ്പോർട്ട് കിട്ടും, ഒരു കൊല്ലത്തും ബർത്ത്ഡേയുടെ ഉടുപ്പ് കിട്ടും. അപ്പോൾ കാലങ്ങളും മാസങ്ങളും നോക്കി നിൽക്കുകയാണ് നമ്മൾ. അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അർത്ഥമല്ലോ. മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? ഇപ്പം ഞാൻ കാലങ്ങളും ദിവസങ്ങളും ഇല്ലാത്തത് കിട്ടുകയാണെങ്കിൽ ലാഭമല്ലേ? ഇന്ന് രാത്രി ഞാൻ മരിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും മരിക്കുകയാണെന്നിരിക്കട്ടെ എന്നാണ് ഞാൻ ആദ്യം പറയാൻ വിചാരിച്ചത്. ചിലരുടെ മുഖം കണ്ടപ്പം ആ വാക്ക് വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പം ഞാനിന്ന് രാത്രി മരിക്കുകയാണെന്നിരിക്കട്ടെ, ഞാൻ 15-ാമത്തെ വയസ്സിൽ യേശുവിനെ സ്വീകരിച്ചു. എനിക്ക് 40 വർഷങ്ങൾ ഞാൻ കർത്താവിൻ്റെ കയ്യിൽ ജീവിതം കൊടുത്തു. ഞാൻ കർത്താവിൻ്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്ത 40 കൊല്ലമാണ്. പക്ഷേ ഇന്ന് ഞാൻ മരിച്ചാൽ കർത്താവിലേക്ക് തിരിച്ചു തരുന്നതാണ് ലാഭം. ആ ലാഭത്തിന്റെ പേരാണ് നിത്യത. അതിനാർക്കും അളവിടാൻ പറ്റില്ല, തൂക്കം ഉണ്ടാക്കാൻ പറ്റില്ല, അതിനാർക്കും വിലയിടാൻ പറ്റില്ല. ഫാൻസി പ്രൈസ് ആണ് എന്ന് പറഞ്ഞാൽ, ഞാൻ 40 വർഷമാണ് കർത്താവിന് വേണ്ടി അങ്ങോട്ട് കൊടുത്തെങ്കിൽ ഇന്ന് മരിച്ചാൽ കർത്താവ് തിരികെ തരുന്നത് സെക്കൻഡുകൾ ഇല്ലാത്ത, മിനിറ്റുകൾ ഇല്ലാത്ത, മണിക്കൂറുകൾ ഇല്ലാത്ത, ദിവസങ്ങൾ ഇല്ലാത്ത, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങൾ ഇല്ലാത്ത, ജനുവരിയും ഫെബ്രുവരിയും ഡിസംബറും മാസങ്ങൾ ഇല്ലാത്ത, 2023 24 വർഷങ്ങൾ ഇല്ലാത്ത, സഹസ്രാബ്ദങ്ങൾ ഇല്ലാത്ത, കാലങ്ങൾ ഇല്ലാത്ത, കാലഘട്ടങ്ങൾ ഇല്ലാത്ത, യുഗങ്ങൾ ഇല്ലാത്ത, ഋതുക്കളും ഋതുഭേദങ്ങളും ഇല്ലാത്ത നിത്യതയാണ് കർത്താവ് തിരികെ തരുന്നത്. അതാ എം.ഇ. ചെറിയാൻ സാറ് പാടിയത്, കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും. അടുത്ത വാക്ക് ഞാൻ ആവേശത്തോടെ പറയും, തിരികെ വരാതെ. അമേരിക്കയിൽ പോയാൽ തിരികെ വരണം, എവിടെ പോയാലും തിരിച്ചു വരണം. തിരിച്ചു വരാൻ ആഗ്രഹിച്ചാൽ തിരിച്ചു വിടുമല്ലോ. പക്ഷെ പോയാൽ തിരിച്ചു വരാത്തൊരു സ്ഥലം, പോയാൽ തിരികെ വരാൻ താല്പര്യമില്ലാത്തൊരു സ്ഥലം, അതിന്റെ പേരാണ് നിത്യത. സൂര്യനും ചന്ദ്രനും ഇല്ലാതാകുന്നതോടുകൂടെ ഇവിടെ നിത്യത എന്ന യുഗം വിരിയും. അടുത്ത ഭാഗത്തേക്ക് വരാം. നക്ഷത്രങ്ങൾ, ഉൽക്കകൾ താഴെ വന്ന് വീണു നമ്മൾ വായിക്കുന്നത്. നക്ഷത്രങ്ങൾ വന്ന് വീണു എന്നും പറഞ്ഞ് ശരിയല്ല, ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്. ഉൽക്കകൾ വന്ന് വീഴുന്നു എന്നാണ്. നമുക്കറിയാമല്ലോ, 9 പാറക്കഷണങ്ങൾ വന്നിട്ട് റഷ്യയിലെ യൂറാൽ പർവ്വത്തിൽ ഒരെണ്ണം വീണിട്ടുണ്ട്, ബാക്കിയൊന്നും വീണിട്ടില്ലെന്നാണ് പറയുന്നത്. ഇതൊക്കെ വന്ന് വീഴാനായിട്ട് തുടങ്ങുകയാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, നക്ഷത്രങ്ങൾ വന്ന് വീണു. ഈ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ചുമ്മാ ഒന്ന് വായിച്ചു നോക്കിക്കേ. എന്താ അവിടെ വായിക്കുന്നത്? അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു നക്ഷത്രം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് വീണു എന്നാ. അറിയാമോ? വെളിപ്പാട് പുസ്തകം 8-ാമതിൻ്റെ 10-ാമത്തെ വാക്യം അല്ലേ? അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന, അപ്പൊ കറക്റ്റ് അല്ലേ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ? ദീപം പോലെ ജ്വലിക്കുന്ന എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തോന്നാ? നമ്മൾ വിചാരിച്ചു ദീപം പോലെ ജ്വലിക്കുന്നല്ലേ. ഇടത്തേക്കൊന്ന് വായിച്ചില്ലേ പാട്ട്. 3-ാമത്തെ ദൂതനൂതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം
ആകാശത്തുനിന്ന് വീണു. ഈ ദീപം പോലെ ജ്വലിക്കുന്ന നമ്മൾ വിചാരിച്ചു ദീപം ആ ദീപം അല്ല ഈ ദീപം. തൊട്ടുതാഴെയുടെ മഹാനക്ഷത്രം, ട്രാൻസ്ലേഷൻ ശ്രദ്ധിച്ചോളൂ, ഉഗ്രസ്ഫോടക ശേഷിയുള്ള TNT-യുടെ 100 മടങ്ങ് എടുത്താൽ കിട്ടുന്നതിൻ്റെ വലിപ്പം എത്രയാണോ അതിൻ്റെ 100 ഇരട്ടിക്ക് കൊടുത്തിരിക്കുന്ന പേരാ ഈ പറഞ്ഞ ദീപം. അന്നത്തെ ഭാഷ അതാണ്. അന്നത്തെ ഭാഷയിൽ അത് എഴുതാൻ പറ്റത്തുള്ളൂ. ഉദാഹരണം, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, അന്ത്യകാകള നാദത്തെങ്കിൽ പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കണ്ണിമയ്ക്കുന്നിടയിൽ നമ്മൾ രൂപാന്തരപ്പെടും. അന്നത്തെ ഭാഷ അതാണ്, പെട്ടെന്ന്. പക്ഷേ അന്നത്തെ ഭാഷയ്ക്ക് കുഴപ്പമില്ല. നോ എന്നാണ്, ആറ്റമിനിടയിൽ നിന്ന്. ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? വിഭജിക്കുവാനാകാത്ത സമയം. അന്ന് അത് പറ്റും, ഇന്ന് പറ്റുമോ? H2O വിഭജിച്ചില്ലേ? ഉദാഹരണം, നമ്മുടെ ബഹുമാനപ്പെട്ട സ്പ്രിൻ്ററാണി PT ഉഷയ്ക്ക് ഒളിമ്പിക്സിൽ മെഡൽ കിട്ടാതെ പോയത് എത്ര സമയത്തിനാകാമെന്നറിയാമോ? ഇതാണൊരു സെക്കൻഡ്. അതിൻ്റെ 700-ൽ 1 അംശത്തിനാണ് മെഡൽ കിട്ടാതെ പോയത്. നമുക്ക് ചിന്തിക്കാൻ പറ്റൂ? ഒരു സെക്കൻഡ് ഇതാണ് അതിൻ്റെ 700-ൽ 1 അംശം. നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് ഇന്നാണെങ്കിൽ ഫോട്ടോ ഫിനിഷിങ്ങിൻ്റെ ഇടയിൽ നിന്നാണ് കൃത്യമായിട്ട് പറയാൻ പറ്റും. നമ്മുടെ തലമുടി 42 കീറി ഒരുത്തനും ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വല്ലതും തോന്നില്ല. വെണ്ടയ്ക്ക കണ്ടിക്കുന്നല്ലോ വട്ടം കീറുന്ന കാര്യമല്ല ഈ പറയുന്നത്, നീളത്തിൽ കീറുന്ന കാര്യമാണ് പറയുന്നത്. ഒരു ചാൺ നീളമുള്ള തലമുടി ചോറിനകത്ത് കിടന്നാൽ കാണാനുള്ള കണ്ണ് നമുക്കുണ്ടോ? ഇല്ല. അതുകൊണ്ടാണല്ലോ തൊണ്ടയിൽ നിന്ന് എടുക്കുന്നത്. കണ്ട, എവിടെ കിടന്നതാ? ഇത് ചോറിനകത്ത് കിടന്ന ഈ എരിശ്ശേരിയും എല്ലാം കൂടെ വാരി പിടിച്ച് എഴുങ്ങിയത് കണ്ടില്ല. അപ്പോൾ ഒരു ചാൺ നീളമുള്ള സാധനം പ്ലേറ്റിൽ കിടന്നിട്ട് കാണാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പം 42 കീറി. അന്നത്തെ ഒരു സംഭവമാണത്. പെട്ടെന്ന് ടെംനോ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കതൊക്കെ ചിന്തിച്ച് സന്തോഷമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കർത്താവിനൊക്കെ ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ, പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ രക്ഷിക്കപ്പെട്ടപ്പോഴും സ്ഥാനപ്പെട്ടപ്പോഴൊക്കെ നാട്ടുകാർ പറഞ്ഞു നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ല, മേലോട്ട് പോകത്തില്ല എന്നൊക്കെ കളിയാക്കിയവരൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, കർത്താവ് ഈ പാരച്ചൂട്ട് പൊങ്ങുന്ന പോലെ പതിയെ പോയാൽ മതി എന്നൊക്കെയാണ് ഞാൻ ചെറുപ്പത്തിൽ. കാരണം ഇങ്ങനെ പതിയെ പോകുമ്പോൾ തെങ്ങിൻ്റെ മേളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ താഴോട്ടൊക്കെ നോക്കി വേങ്ങൂർ പഞ്ചായത്ത്, ഞങ്ങളുടെ നാട്ടിലെ വേങ്ങൂർ പഞ്ചായത്ത് ഉണ്ട്, കൊട്ടാരക്കര വേങ്ങൂരല്ല. അപ്പം ആ പഞ്ചായത്തുള്ളവരൊക്കെ കണ്ടോടാ നിങ്ങൾക്ക് പറഞ്ഞില്ലേ ഞങ്ങൾ പൊങ്ങിപ്പോവില്ല എന്ന്, ഇത് ഞങ്ങൾ പൊങ്ങിപ്പോണ കണ്ടോ എന്നൊക്കെ പറഞ്ഞു വെച്ചിങ്ങനെ പതിയെ പൊങ്ങിപ്പോണമെന്നാണ് കൊച്ചു ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പുസ്തകം വായിച്ചപ്പം ആ അടിവയറിളകി പോയില്ലേ. ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന ഉപഗ്രഹ സംവിധാനങ്ങൾ കൊണ്ട് അവിടെ ചെല്ലാൻ പറ്റില്ല. ഇനി 50 കൊല്ലം കഴിഞ്ഞ് കണ്ടുപിടിക്കപ്പെടാൻ പോകുന്ന മണിക്കൂറിൽ 2.5 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ പായാൻ കഴിയുന്ന എന്തെങ്കിലും സംവിധാനങ്ങൾ കണ്ടുപിടിച്ചാൽ അതിനകത്ത് കയറിയിരുന്നാൽ പോലും ഭൂമിയുടെ അടുത്തുള്ള നക്ഷത്രത്തിൽ ചെല്ലാൻ 14,000 കൊല്ലമെടുക്കും. എത്ര കൊല്ലം? ഭൂമിയുടെ അടുത്തുള്ള നക്ഷത്രത്തിൽ ചെല്ലാൻ എത്ര കൊല്ലെടുക്കും? 14,000 കൊല്ലമെടുക്കും. നമുക്കിവിടെ എത്ര ആയുസ്സുണ്ട്? 70, ഏറെയായാൽ 80. 14,000 കൊല്ലമെടുക്കും അടുത്തുള്ള നക്ഷത്രത്തിൽ ചെല്ലാൻ. ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന മണിക്കൂറിൽ 2.5 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ പായാൻ കഴിയുന്ന സംഭവങ്ങൾ കണ്ടുപിടിച്ചാൽ എന്തിനാണ് വെറുതെ ആ പണിക്ക് പോണത്? ഒരു കാശും കൊടുക്കാതെ ഇതിനകത്ത് യേശുവിനെ വിശ്വസിച്ചാൽ 1ാമത്തെ നക്ഷത്രത്തിലേക്കല്ല നീ പോകുന്നത്, ഒടുവിലത്തെ നക്ഷത്രവും കടന്ന് 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടുന്ന മാർഗം നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആകാശത്തിലെ ശക്തികൾ ഇളകുകയാണെന്ന് മനസ്സിലാക്കണം. സ്റ്റാർ വാർ സംഭവിക്കില്ലേ? ഈ സൂര്യനൊക്കെ ഉണ്ടല്ലോ, അത് ചുരുങ്ങും. അത് ന്യൂട്രോൺ സ്റ്റാറൊക്കെ ആയിട്ട് മാറി ചുരുങ്ങി കഴിയുമ്പോൾ അത് ചുരുങ്ങുമ്പോഴാണ് വ്യാഴത്തെ ആകർഷിക്കുന്നത്. വ്യാഴത്തെ ആകർഷിച്ചാൽ ഇവിടെ നക്ഷത്രങ്ങളുടെ ഗ്രഹനില തെറ്റിപ്പോകും. അതിനാണ് ഇവിടെ താരാപഥ യുദ്ധം എന്നൊക്കെ പറയുന്നത്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമുക്കതൊന്നും നോക്കിക്കാണാനും അനുഭവിക്കാൻ നമുക്ക് പറ്റത്തില്ല. വേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്, ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യൻ ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ എന്താണ് സംഭവിക്കുന്നത് കരുതി അവൻ നിർജീവന്മാരാകും. നിർജീവൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉള്ള രോഗങ്ങൾ വരുന്ന ഈ പറഞ്ഞത് ഹാർട്ട് അറ്റാക്ക് ശരിയല്ലേ? അറ്റാക്ക് പോലത്തെ രോഗപ്പെടുന്നുണ്ട്. പണ്ടൊക്കെ അറ്റാക്ക് വരുമ്പം മറന്നു വന്നു, വെട്ടിക്കുടിച്ചു, ഇടിവെട്ടി, മിന്നലേറ്റു എന്നൊക്കെ പറഞ്ഞ പാടത്തേക്കാണ് കവന്നടിച്ച് കിടക്കുകയാണ്. ഇപ്പം മനസ്സിലായി അറ്റാക്ക് വരും. എൻ്റെ അടുത്തുള്ള അച്ഛൻ അറ്റാക്ക് വന്നു, ഞാൻ പോയി സൂചിയിടം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ അറ്റാക്കൊക്കെ വന്ന് കേട്ടല്ല, അപ്പം അതുകൊണ്ട് യേശുവിനെയൊക്കെ സ്വീകരിച്ച് അങ്ങനെ പോയി കൂടെ. അപ്പം എന്നോട് പറയാണ്, ഈ പേടിക്കണ്ടടാ, 1 വന്നുള്ളൂ, ഇനി 2 കൂടി ഉണ്ടെന്ന്. അപ്പം പണ്ടത്തെ ആളുകൾക്ക് എത്രയാണ് കണക്ക്?
3 കിടക്ക്. ഈ ഒരു അറ്റാക്ക് വന്നിട്ട് കല്ലുപോലെ ഉരുകുന്ന കൊണ്ടാണ് ഇപ്പോൾ സൈലന്റ് അറ്റാക്ക് വരുന്നത്. സൈലന്റ് അറ്റാക്ക് പറഞ്ഞാൽ മനസ്സിലായോ? അനങ്ങാതിരിക്കുമ്പോൾ മരിച്ചു പോവാണ്. പെട്ടെന്നാണ് മരണം. ഇപ്പോഴത്തെ മരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഇട നടക്കുന്ന മരണമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആകാശത്തിൻ്റെ ശക്തിയിൽ ഇളകുന്നുകൊണ്ട് ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, റാന്നിയിൽ അമ്മച്ചി ഡെഡ് ബോഡി കിടക്കുന്നു. ആ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആര് മരിച്ചു? അമ്മച്ചി മരിച്ചു. ഉണ്ടോ? പൂമല ഇന്ത്യ ബന്ധക്കോസ്തവ ഒരു അമ്മച്ചി പ്രാവിലുള്ളത് പോലെ ചെറുകനിക്കുണ്ടായിരുന്നുവെങ്കിൽ പറന്ന് ഞാൻ പോയതിൻ്റെ സന്നദ്ധയിൽ ബാക്കി പറഞ്ഞില്ല. ആൾക്കാർ നോക്കിയപ്പോൾ അമ്മച്ചി അവിടെ ഇരിക്കുക. അപ്പോൾ അവർ ഇത് സങ്കടമായിരിക്കുന്നത് സിയോൻ സഞ്ചാരി ഒരു പാട്ടൊക്കെ പാടിയിട്ട് അമ്മച്ചി എഴുന്നേറ്റ് നോക്കിയപ്പോൾ അമ്മച്ചി മരിച്ചിരിക്കുക. കരിക്കോട്ടക്കരയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പാസേ അസംബ്ലീസ് സഭയിൽ ഞാൻ ചെന്നപ്പം ഒരമ്മച്ചിയുടെ പടം ഭിത്തിയിലെ ഒട്ടി. ഞാൻ പറഞ്ഞു, അമ്മച്ചി എവിടെ പോയി? അമേരിക്കയിൽ പോയോ? അല്ല, അമ്മച്ചി സ്വർഗത്തിലേക്ക് പോയി. അത് അമ്മച്ചിയുടെ പടം എന്താണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? അമ്മച്ചി മരിച്ചത് എങ്ങനെയാണെന്ന് പാസക്കറിയാമോ? ഇല്ല. ഒരു സഭായോഗത്തിൽ ചട്ടയും കൊണ്ടുകൊടുത്ത അമ്മച്ചി മുന്നോട്ട് വന്ന് ഈ പെൺകുട്ടികളെ ഒക്കെ ഒന്ന് പുറകിൽ നിന്ന് തള്ളി അങ്ങ് ആരാധിക്കും മക്കളെന്നൊക്കെ പറഞ്ഞ് ആരാധിച്ചു. അമ്മച്ചിയുടെ ഇടി കണ്ടപ്പം പാസ് പറഞ്ഞു, ആമ്പിള്ളേരെയും പോയി ഇടിച്ചോളാൻ. അമ്മച്ചി പോയി ആമ്പിള്ളേരെ ഇടിച്ചു. ഭയങ്കര ആരാധനയായിപ്പോയി. പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ സമയമില്ല. പക്ഷേ അന്ന് 6 കുട്ടികൾ അഭിഷേകം പ്രാപിച്ചു. ആരാധന സമയം മുന്നോട്ട് പോയി. ആരാധനയെല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ അമ്മച്ചിയെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പം അമ്മച്ചി മരിച്ചിട്ട് 32 മിനിറ്റായി. മരിക്കുന്നതിന് മുൻപ് 6 ദീപനാളങ്ങൾക്ക് തിരികൊളുത്തേച്ചാണ് അമ്മച്ചി മരിച്ചതെന്ന് അർത്ഥം. റാന്നിയിൽ വെച്ചല്ലേ JC പാറക്കടവിൽ മരിച്ചത് ഞങ്ങളുടെ പ്രസംഗകൻ. വളഞ്ഞമ്പലത്തിൽ നിന്നാണ് പാസ് കർത്തൃമേശ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നു. JC പാറക്കടവിൽ മരിച്ച മകൾ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, ആളെ കുഴഞ്ഞു വീണ് മരിക്കുന്നു. നിങ്ങൾ കണ്ടോ സംഭവം? അന്ത്യകാല ലക്ഷണമാണ് പെട്ടെന്നുള്ള മരണം. ഞാൻ അന്നേരം കോട്ടയം 14 മൈൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. രസകരമായ സംഭവം ഉണ്ടായി. എനിക്ക് എബി സാറ് വിട്ടു, പിന്നെ JC സുഖമില്ല, ആശുപത്രിയിലാണ്, അറ്റാക്കാണ്, പ്രാർത്ഥിക്കണം. ഞാൻ ആ മെസ്സേജ് കഴിഞ്ഞ് 14 മൈൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങൾ പറഞ്ഞു, JC യാത്രയായി, ആള് മരിച്ചു, JC പാറക്കടവിൽ മരിച്ചു. പക്ഷേ ഈ JC പാറക്കടവിൽ എന്നുള്ള പേരും എൻ്റെ പേരും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ഒരു ചെറിയ തെറ്റിദ്ധാരണ ആൾക്ക് വരാറുണ്ട്. ട്രിവാൻഡ്രത്ത് ചെല്ലുമ്പോഴും എന്നെ വിളിക്കുന്നത് ജോയി പാറക്കടവിൽ വന്നിരിക്കുന്നതൊക്കെയാണ് പറയുന്നത്. എന്നാലും വേണ്ട, എൻ്റെ ഓഫീസിലോട്ട് ഒരാൾ വിളിച്ചു ചോദിച്ചു, ജോയി പാറക്കൽ സാറ് മരിച്ചുപോയില്ലേ, എപ്പോഴാണ് അടക്കം ചെയ്യുന്നതെന്ന്. അത് പോട്ടെ, ഇപ്പം വല്ലവർക്കൊക്കെ വിളിക്കുന്ന പോട്ടെ, വീട്ടിലോട്ടാരും വിളിച്ചില്ല. ഞാൻ 14 മൈലിൽ വണ്ടി കയറി കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അടൂര് കടമ്പനാട് എന്ന ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചു ഞാൻ ചത്തോന്ന്. അതാ ആ വലിയൊരു സ്റ്റൈല് കേൾക്കണം. ജോയി പാറക്കൽ സാറാന്നോ? ആന്നു. ഇപ്പോൾ എവിടെ നിൽക്കുന്നു? കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ. ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ടെന്ന് എന്നോട് ആദ്യമായിട്ട് വിളിക്കുക ഒരാൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് വിളിച്ചപ്പോൾ ആരോഗ്യം എങ്ങനെ ചോദിച്ചു, മനസ്സിലായി മരണവാർത്ത അറിഞ്ഞുകൊണ്ട് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാനല്ല മക്കളെ മരിച്ചത്, പിന്നെ JC പാറക്കടവിൽ. അയ്യോ സാറേ കഴിഞ്ഞ ദിവസം കൂടെ ഇവിടെ കടമ്പനാട് വന്ന് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്നില്ല. ഞങ്ങൾ സാറ് ഇന്നലെ പ്രസംഗിക്കുകയും ചെയ്തു, അറം പറ്റിയതല്ലോ, ചാകുകയും ചെയ്തല്ലോ, പറയുകയും ചെയ്തു പറഞ്ഞു. എപ്പോഴാണ് അവരോട് പറയാൻ പറ്റുമോ? ഞാൻ 7:45 പ്രസംഗം തുടങ്ങി, 9 മണിയാകാൻ പോകുന്നു. ഏതാണ്ട് 1.5 മണിക്കൂറായി പ്രസംഗം തുടങ്ങിയിട്ട്. യേശു വരാൻ പോകുന്നു എന്ന് പറയുന്ന ഈ പ്രസംഗം കണ്ടക്ഷോഭം നടത്തി ആവേശത്തോടെ പ്രസംഗിക്കുമ്പോൾ 1.25 മണിക്കൂറായി നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാൾ ഇതുവരെ വാ തുറന്നിട്ടില്ല, ഹല്ലേലൂയ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് പിച്ചി നോക്കിയാൽ ചിലപ്പോൾ ചത്തിരിക്കുകയായിരിക്കും. പറയാൻ പറ്റുകയില്ല, ചിലപ്പോൾ ചത്തിരിക്കുകയായിരിക്കും. ഒരു കണക്കിനത് ഭാഗ്യമാണെന്ന്. കാരണം ഈ സഭായോഗത്തിൽ കിടന്ന് ജാകുന്നതും ഞങ്ങളുടെയൊക്കെ ആഗ്രഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഇരിക്കുക. അപ്പൊ ഞാൻ പറയും, 1.25 മണിക്കൂറായിട്ട് ദൈവത്തിന്റെ വചനം കേട്ട് ഇതുവരെ സ്വന്തം പറഞ്ഞില്ലെങ്കിൽ ഇതിനേക്കാൾ ഭേദം അത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞ ആ ഭാഗം വിടുക എന്ന് പറഞ്ഞ ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരു കാര്യം വ്യക്തമായി പറയാം, വാർദ്ധക്യത്തിലെത്തി JCB കൊണ്ട് വാട്ടർ ബെഡിനകത്ത് മറിച്ചും തിരിച്ചുമിട്ട് ഗൾഫിലുള്ള പിള്ളേര് 20,000 രൂപയും തന്ന വേലക്കാരി കൊണ്ടുപോകുന്നതിനേക്കാൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്ന, പാടിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്ന, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്ന ആ അസുലഭമായ അവസരം ഒരു ഭാഗ്യമാണെന്ന് കരുതുന്നവരെ ആ കരമൊന്ന് ചേർത്തടിച്ച് ഇന്നത്തെ ദൈവത്തെ സ്തുതിക്കട്ടെ. അന്ത്യകാല ലക്ഷണമാണ്, പെട്ടെന്ന് അവന്റെ മരണം സംഭവിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. താഴോട്ട് വന്നാൽ ഭൂമിയും മറ്റു കാര്യങ്ങളും പറയേണ്ടി വരും. ഞാൻ കടക്കുന്നില്ല.
ഞാൻ പ്രസംഗത്തിന്റെ കൺക്ലൂഷനിലേക്ക് വരാൻ ആഗ്രഹിക്കും. ഇത് ഇളകുന്ന രാജ്യമാണ് പ്രിയപ്പെട്ടവരെ. ആകാശം ഇളകുന്നു, സൂര്യൻ ഇളകുന്നു, ചന്ദ്രൻ ഇളകുന്നു, ഇവിടുത്തെ നക്ഷത്രക്കൂട്ടങ്ങൾ ഇളകിക്കൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യണം? ഇളകാത്തൊരു രാജ്യം ഇവിടെ സ്ഥാപിതമാകുവാൻ പോവുകയാണ്. നിങ്ങൾ വെളിപ്പാട് പുസ്തകം 21 വായിച്ചു നോക്കണം. AD 90-95 കാലഘട്ടത്തിൽ എഴുതി വെച്ച പുസ്തകമാണ്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. തുപ്പട്ടിയിൽ തൂക്കി നിർത്തിയതുപോലെ ആ കാഴ്ച ഇതുവരെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല. 3 ലോകമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമത്തെ ലോകം ഭൂലോകമാണ്. ഭൂലോകത്തിന്റെ അതിർത്തി മുകളിൽ ആകാശം, താഴെ ഭൂമി. ഭൂമിയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ക്രസ്റ്റ്, മാൻഡിൽ, ഉൾക്കാമ്പ്, കോർ. 35 കിലോമീറ്റർ ക്രസ്റ്റാണ്. 2870 കിലോമീറ്റർ മാൻഡിൽ എന്ന ഭാഗമാണ്. 3ാമത്തെ ഭാഗമാണ് കോർ അഥവാ ഉൾക്കാമ്പ്. അപ്പൊ എവിടെ ഇളകണം? ഒന്നാമത്തെ ഭാഗമായ 35 കിലോമീറ്റർ കഴിയുമ്പം ഇളകണം. അവിടെ ആകാശം ഇളകണം. 2ാമത്തെ ഭാഗത്താണ് മൂലകങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇയ്യോബ് 28:5 അതിനകത്തുണ്ട്. അതാണ് പത്രോസ് പറഞ്ഞു, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഭൂലോകത്തിന്റെ 2 അതിർത്തികൾ, ഒന്ന് 35 കിലോമീറ്റർ ക്രസ്റ്റ്, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. മുകളിൽ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഇത് രണ്ടും സംഭവിക്കുമ്പോൾ ഭൂലോകം മാറിപ്പോകും. പക്ഷേ ഭൂലോകത്തിൽ താമസിക്കുന്ന താങ്കൾ എങ്ങോട്ട് പോകും? ഭൂലോകം ഇവിടെ ഇല്ലാതായി മാറുമ്പോൾ താങ്കൾ എങ്ങോട്ട് പോകും? അതാണ് ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളത്. ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിന്റെ കൈക്ക് പിടിച്ചു. ഉഷസായപ്പോൾ നേരം വെളുക്കാറായി, ഈ ലോകം അസ്തമിക്കാറായി, മേലെ ഒരു രാജ്യം ഇവിടെ വരാറായി. ഈ സത്യം അറിയുന്ന ഞങ്ങൾ ഇന്ന് രാത്രിയിൽ പുനലൂരിൽ ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ കൈക്ക് പിടിക്കുകയാണ് ഞങ്ങൾ. എന്തിനാ കൈക്ക് പിടിക്കുന്ന? 4 കാരണങ്ങൾ. 1, സമയം വളരെ കുറവാണ്. സമയം വളരെ കുറവാണ്. ജീവിച്ചതുപോലെ ഇനി ജീവിക്കാൻ ഒക്കത്തില്ല മക്കളെ. നോസ്ട്രദാമസിന്റെ പ്രവചനങ്ങൾ, നീൽ ഗ്രാൻഡിന്റെ പ്രവചനങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു. വചനം നിറവേറിക്കൊണ്ടിരിക്കുന്നു. നിറവേറാൻ ഇനി പ്രവചനങ്ങൾ ഇല്ല അധികമായി. സമയം കുറവാണ്. ജീവിച്ചത്രയും കാലം ജീവിക്കാനൊക്കത്തില്ല. സമയം വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സുവിശേഷ യോഗം നടത്തുന്നത്. ബാങ്കിൽ കിടക്കുന്ന പണം മിച്ചം വന്നതുകൊണ്ട് വരവുക ചെലവുക ഇല്ലക എന്നൊരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ നടത്തുന്നൊരു യോഗമല്ലിത്. 100 രൂപയും 50 രൂപയും കാണിക്ക കിട്ടുന്നതിൽ നിന്ന് ശേഖരിച്ചു വെച്ച് ഒരു ലോർഡ് പ്രയർ ഫെലോഷിപ്പ് ആരംഭിക്കണമെങ്കിൽ അവിടെ ആത്മഭാരത്തെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുനലൂർ ദേശനിവാസികളെ, ഇനി അധികം കാലങ്ങളില്ല, ഇനി അധികം കാലങ്ങളില്ല. സമയം കുറവാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ. ഇതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. അടുത്ത ഭാഗം, സമയം അടുത്തിരിക്കുന്നു, സമയം കുറവാണ്. 2ാമത്തെ കാര്യം, ലോത്തിന്റെ കൈക്ക് പിടിക്കാൻ കാരണം ഓടിയാൽ രക്ഷ ഉറപ്പാണ്. രക്ഷ ഉറപ്പാണ്. എന്താ കാര്യം? ഇന്ന് രാത്രി ഞങ്ങളൊക്കെ 15ാമത്തെ വയസ്സിൽ ഓടി വന്നൊരു സ്ഥലമുണ്ട്. എബ്രായ ലേഖനം പറയുന്നുണ്ട്, ശരണത്തിനായി ഓടി വന്നവരായ നാം എന്ന് പറയുന്നുണ്ട്. എവിടെയാണ് ആ ഓടി വരുന്ന സ്ഥലം? പിളർക്കപ്പെട്ട പാറ. അതാണ്. ഏതാണ് ആ സ്ഥലം? കോവിഡ് വന്നല്ലോ, 2-3 വർഷം കഴിഞ്ഞല്ലോ. അമേരിക്കൻ പടയാളികൾ മറയുന്ന സ്ഥലമാണ് ബങ്കറുകൾ. അതുകൊണ്ടാണ് ബങ്കറിൽ ഒളിച്ചിരുന്നത് ആരാണ്? സദ്ദാം ഹുസൈൻ. തിക്രിത്തിന്റെ അരമനയിൽ നിന്ന് രഹസ്യമായി പിടിച്ചെടുത്ത പരസ്യമായി തൂക്കിക്കൊന്നു കളഞ്ഞു. അമേരിക്കൻ പടയാളികൾക്ക് മറയാൻ ഇവിടെ ബങ്കറുകളുണ്ട്. റഷ്യൻ പടയാളികൾ മറയുന്ന സ്ഥലമാണ് കോക്കസ് പാറകൾ. ഇന്ത്യൻ പടയാളികൾ മറയുന്ന സ്ഥലമാണ് കാർഗിൽ മലനിരകൾ. ഒറ്റ രാജ്യവും മോശമല്ല കേട്ടോ. ലോകത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യൻ സൈന്യവും അമേരിക്കൻ സൈന്യവും റഷ്യൻ സൈന്യവും ഒക്കെ മുൻപിൽ നിൽക്കുന്ന സൈന്യമാണ്. ഇന്റലിജൻസ് ബ്യൂറോയുടെ അഭിപ്രായത്തിൽ അമേരിക്കൻ സൈന്യവും ഇസ്രായേലിലെ സൈന്യവും ചേരുമ്പോഴാണ് ബുദ്ധികൂർമ്മത ഏറ്റവും കൂടുതൽ. ലോകത്തിന്റെ സമ്പദ്ഘടനയിൽ മുൻപിൽ നിൽക്കുന്ന അമേരിക്കൻ പടയാളിക്ക് മറയാൻ ബങ്കറുകളുണ്ട്. റഷ്യൻ പടയാളിക്ക് മറയാൻ
കോക്കസ് പാറകളുണ്ട്. ഇന്ത്യൻ പടയാളിക്ക് അറിയാൻ കാർഗിൽ മലനിരകളുണ്ട്. പക്ഷേ കർത്താവിന് വേണ്ടി നീ വിശ്വസിച്ചാൽ ഈ പടക്കളത്തിലേക്ക് ഇറങ്ങിയാൽ കഴിഞ്ഞ 3 വർഷം ഞങ്ങൾ മറഞ്ഞത് ബങ്കറുകളിൽ അല്ല, കോക്കസ് പാറകളിലല്ല, കാർഗിൽ മലനിരകളിലുമല്ല. ഞങ്ങൾ മറഞ്ഞ സ്ഥലം പറയാം. നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയത്തില്ല. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും പറയട്ടെ, അത്യുന്നതന്റെ മറവിൽ സർവശക്തനായ ദൈവത്തിന്റെ നിഴലിൽ ആ പക്ഷിയുടെ ചിറകിന്റെ കീഴിലാണ് ഞങ്ങൾ മറഞ്ഞത്. ഇന്ന് രാത്രി വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്. ഈ ലോകം ഇളകി മാറുമ്പോൾ നിന്നെ മറയ്ക്കാൻ, നിന്നെ ചേർത്ത് കൊള്ളാൻ, നിന്നെ മാറോടണയ്ക്കാൻ ഒരു പിളർക്കപ്പെട്ട നെഞ്ചകമുണ്ട്. ആ നെഞ്ചകത്തിന്റെ ഉടമസ്ഥനാണ് കാൽവരി കുരിശിൽ നിനക്ക് വേണ്ടി മറുവിലയായി മരിച്ച വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു. സമയം കുറവാണ്, ഓടിയാൽ രക്ഷ ഉറപ്പാണ്. മൂന്നാമത്തെ കാര്യം, ഇതല്ലാതെ വേറെ മാർഗമില്ല പ്രിയപ്പെട്ടവരെ, ഇതല്ലാതെ വേറെ മാർഗമില്ല. വേറെ മാർഗമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളത് പ്രസംഗിച്ചേനെ. പക്ഷെ വേറെ മാർഗമില്ല പ്രിയപ്പെട്ടവര്. ഞാൻ ഇങ്ങനെ അതിനെ ചുരുക്കമായിട്ട് പറയാം. എവിടെയെങ്കിലും പോയാൽ, എന്തെങ്കിലും ചെയ്താൽ രക്ഷ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോ. ഇതൊക്കെ ചെയ്യ. പക്ഷേ പതിറ്റാണ്ടുകൾ ഓടിയിട്ടും പതിറ്റാണ്ടുകൾ അധ്വാനിച്ചിട്ടും പലതും ചെലവഴിച്ചിട്ടും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് അകത്തളത്തിൽ ബോധ്യമുണ്ടെങ്കിൽ ഇനിയെങ്കിലും ദുരഭിമാനം കൈവെടിഞ്ഞ് ഞങ്ങൾ നെഞ്ചുറപ്പോടെ വിളിച്ചു പറയുന്നു, ഒറ്റ പ്രാവശ്യം നീ വന്നാൽ നിന്റെ ഒരു ജന്മം പിടിപ്പിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവ്. എവിടെയെങ്കിലും രക്ഷയുണ്ടെങ്കിൽ പോണം. പക്ഷെ ഇല്ലെന്ന് ഉറപ്പായാലെങ്കിലും രക്ഷിക്കാൻ കഴിയുന്നവന്റെ അടുക്കലേക്ക് നിങ്ങൾ വരണം. ലോത്തിന്റെ കൈക്ക് പിടിക്കുവാൻ ഒന്നാമത്തെ കാരണം ഇത് നാശം ഉറപ്പാണ്. രണ്ടാമത്തെ കാരണം, ഓടിയാൽ രക്ഷ നിങ്ങൾക്ക് നിശ്ചയമായി ലഭിക്കും. സമയം വളരെ കുറവാണ്. ഇതല്ലാതെ വേറെ യാതൊരു പദ്ധതിയുമില്ല. ഇത് ദൈവത്തിന്റെ നിർണയമാണ് പ്രിയപ്പെട്ടവരെ. നാലാമത്തെ കാര്യം അതാ, ദൈവത്തിന്റെ പദ്ധതിയാണിത്. ദൈവത്തിന്റെ പദ്ധതിയാണിത്. ഇന്ന് രാത്രിയിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേറ്റു നിൽക്കാം. ഒരല്പസമയം നമ്മൾ പ്രാർത്ഥിക്കാനായി പോവുകയാണ്. ഇന്ന് രാത്രിയിൽ സുവിശേഷ മഹായോഗത്തിന്റെ പ്രഥമ രാത്രിയാണ്. ശ്രദ്ധിക്കണം, യോഗത്തിന്റെ അവസാന സമയം. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഈ യോഗത്തിന് ആവശ്യമുണ്ട്. ആ സമയം നിങ്ങൾ അലക്ഷ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനും യാത്രയ്ക്ക് പോകാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യരുത്. വളരെ പണം മുടക്കി നടത്തുന്ന യോഗത്തിന്റെ ഓരോ പ്രസംഗത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന സമയമാണിപ്പോൾ. ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. എന്റെ പ്രസംഗത്തിന്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ ആവലോടെ നോക്കി നിൽക്കുന്ന സമയമാണിപ്പോൾ. ഇന്ന് രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാച് നമ്മളെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. ആ കണ്ണൊന്ന് തുറക്കാൻ, പിറകിലോട്ടൊന്ന് നോക്കാൻ, നിന്റെ വണ്ടി അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ, ഭാര്യ നോക്കിട്ട് പോകാമെന്ന് പറയാനൊക്കെ അവൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ പ്രസംഗം അവസാനിക്കുമ്പോൾ ഞങ്ങൾ ദൂതന്മാരെ പോലെ നിങ്ങളുടെ കൈക്ക് പിടിച്ചിട്ട് പറയുകയാണ്, ഇത് ഇളകുന്ന രാജ്യമാണ് പ്രിയപ്പെട്ടവരെ, ഇത് ഇളകുന്ന രാജ്യമാണ് പ്രിയപ്പെട്ടവരെ. ഇളകാത്ത ഒരു രാജ്യം ഇവിടെ സ്ഥാപിതമാകുവാൻ പോകുന്നുണ്ട്. 3.5 പതിറ്റാണ്ട് മാത്രം ലോകത്തിൽ ജീവിച്ച യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ 6 വിഷയങ്ങളെ പറഞ്ഞുള്ളൂ. അതിൽ ഒരു വിഷയം ഇതായിരുന്നു, നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഇന്ന് രാത്രിയിൽ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ ആകാശം ഇളകുന്നു, ഭൂമി ഇളകുന്നു. പറഞ്ഞില്ല ഞാൻ അതൊന്നും. കടലിളകുന്നു. ഇന്തോനേഷ്യയുടെ സമീപത്തുള്ള സുമാത്ര ദ്വീപിൽ നിന്ന് 2461 കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു സൂപ്പർ സോണിക് വിമാനത്തിന്റെ വേഗതയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 30 അടി ഉയരത്തിൽ ജാപ്പനീസ് ഭാഷയിൽ വിളിക്കുന്ന സുനാമി വെള്ളിത്തിരമാല വന്നപ്പോൾ ശാസ്ത്രം പറയുന്നു കടലിളകുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ആകാശം ഇളകുന്നു, കടലിളകുന്നു,
കരയിളകുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മനസ്സൊന്ന് ഇളകുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ 33 പ്രാവശ്യം 2000-ൽ കമ്പനമുണ്ടായി. കഴിഞ്ഞ സുനാമി വന്നു കഴിഞ്ഞപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ട് 1 ഇഞ്ച് അകന്നെന്ന് ശാസ്ത്രം പറയുന്നു. വടക്കഞ്ചേരി മുതൽ കോട്ടയം വരെയുള്ള ഭാഗം അടുത്ത കമ്പനത്തിൽ അറബിക്കടൽ ചെന്ന് വീഴുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ചവിട്ടി നിൽക്കുന്ന ഭൂമി പൊടുപട കീറുന്നു, കിടുകിട കീറുന്നു, പൊടുപട പൊട്ടുന്നു, കാവൽ മാടം പോലെ ചാഞ്ചാടുന്നു. പക്ഷേ നമ്മുടെ വാസം ഇവിടെയല്ല പ്രിയപ്പെട്ടവരെ. അനുഗ്രഹീതരായ പ്രഭാഷകന്മാർ കാലങ്ങൾക്ക് മുൻപ് പറഞ്ഞു കേൾക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. അവസാനത്തെ കൊത്തും കൊത്തി മരം താഴോട്ട് വീഴാൻ നേരത്ത് ഒരു കുരുവി ആ ശില്ലകളിൽ നിന്നുകൊണ്ട് പാട്ടുപാടുന്നു. മരം വെട്ടുകാരൻ ചോദിച്ചു, നീ ഇരിക്കുന്ന കൂട് തകരാൻ പോവുകയാണ്, നീ ആശ്രയിച്ച ചില്ലിക്കമ്പുകൾ നിലം പതിക്കാൻ പോവുകയാണ്, നീ കണ്ട വൻമരം കടമുഴകാൻ പോവുകയാണ്, പിന്നെ നിനക്കെന്താണ് പാട്ടുപാടുവാൻ കഴിയുന്നത്? അതിന്റെ ഉത്തരം നിങ്ങൾ കേട്ടിട്ടില്ലേ? താങ്കൾ അവസാനത്തെ കൊത്തും കൊത്തിക്കോളൂ, ഈ വൻമരം കടമുഴകി വീഴട്ടെ, ഈ ശിഖരം തലതല്ലി വീഴട്ടെ, എന്റെ കൂട് പൊട്ടിച്ചു തരട്ടെ. പക്ഷെ ദൈവം തമ്പുരാൻ എനിക്ക് 2 ചിറകുകൾ തന്നിട്ടുണ്ട്. ആ 2 ചിറകുകൾ ഉപയോഗിച്ച് ഞാൻ അനന്ത വികാസത്തിലേക്ക് പറന്നുയരുമെന്ന് പക്ഷി പറഞ്ഞതുപോലെ ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവിനെ, ഇളകാത്ത രാജ്യം സ്ഥാപിക്കുവാൻ വരുന്ന യേശുവിനെ ആര് സ്വന്തം രക്ഷിതാവായി, ആര് സ്വന്തം കർത്താവായി ഇന്ന് രാത്രി സ്വീകരിക്കും? സമ്പാദിച്ചത് മുഴുവൻ കത്തിപ്പോകുന്നത് കണ്ട് ഓടി രക്ഷപ്പെടേണ്ട ലോത്തിനെ പോലെ സംഭവിക്കാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രിയിൽ ആ നെഞ്ചിന്റെ പുറത്തുനിന്ന് കൈവച്ചിട്ട് പറ, യേശുവേ, നീയാണിവിടെ ഇളകാത്ത രാജ്യം സ്ഥാപിക്കുവാൻ വരുന്നതെങ്കിൽ ഞാൻ ചവിട്ടി നിൽക്കുന്ന ഭൂമി ഇളകുന്നതാണെങ്കിൽ, കർത്താവേ, ആ ക്രൂശിലെ കള്ളൻ പ്രാർത്ഥിച്ചതുപോലെ നീ ഒരുക്കുന്ന രാജ്യത്തിൽ എന്നെയും കൂടെ പ്രവേശിപ്പിക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കും? നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരു നിമിഷം ചേർന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട 1-ാം ദിവസത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ഇളകുന്ന രാജ്യമാണ്. ആകാശത്തിൻ്റെ ശക്തിയിൽ ഇളകുന്നു. ഭൂമിയിൽ താമസിക്കുന്നവർ നിർജീവന്മാരായി മാറുന്നു. ഞങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഭൂമി ഇളകുന്നു, കടലും കരയും ഇളകുന്നു. ഇളകാത്ത രാജ്യം സ്ഥാപിക്കുവാൻ വരുന്ന യേശുക്രിസ്തുവിനോട് ഇന്ന് രാത്രിയിൽ സ്വന്തം ജീവിതത്തിൻ്റെ പാപങ്ങളും കുറവുകളും ആരെങ്കിലും ഏറ്റുപറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കരം പിടിക്കണമേ. ഈ സുവിശേഷ മഹായോഗത്തിലൂടെ ലോത്തിൻ്റെ കരം പിടിച്ചതുപോലെ ഞങ്ങളും ഈ ദേശത്തിൻ്റെ കരം പിടിക്കുന്നു. ഉറങ്ങുന്നവർ ഉണരട്ടെ. ഈ നാശപട്ടണം വിട്ട്, ഈ ലോകത്തിൻ്റെ എല്ലാം വിട്ട് ദൈവരാജ്യത്തിലേക്ക് ഓടി വരുന്നെങ്കിൽ പിളർക്കപ്പെട്ട പാറയായി അവിടുന്ന് അവരെ സ്വീകരിക്കണമേ. ശരണത്തിനായി ഓടുന്നു വരുന്നവരെ കൈവിടല്ലേ കർത്താവേ. പാപങ്ങൾ ക്ഷമിച്ച് ശാപങ്ങൾ പുറത്ത് നീ ഇന്ന് എന്നോടുകൂടെ പർദീസിലിരിക്കുമെന്ന ഉറപ്പ് നൽകി ഈ രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.